പ്രത്യേകിച്ച് നമ്മുടെ കാവുകളെ പറ്റി ഒരു പൈതൃകത്തിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസരം. സോ ജയന്തി മാഡം, മിനി മാഡമാണ് ഇതിനോട്ട് ക്ഷണിച്ചത്. സോ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് കാവുകളുടെ പ്രാധാന്യത്തിലേക്ക് നോക്കാം. നെറ്റിന്റെ കുറച്ചൊരു ഇതുള്ളതുകൊണ്ട് ഞാനിത് വീഡിയോ നമുക്ക് പിന്നെ ആക്കാം. എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. സ്ലൈഡ് കാണാമല്ലോ മാഡം? ഓക്കെ. കാവുകളുടെ നമ്മുടെ കേരളത്തിൽ വളരെയധികം ഉണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഏഷ്യൻ കൺട്രീസുകളിലും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കാവുകൾ. അപ്പോൾ കാവുകളുടെ പ്രാധാന്യം പലപ്പോഴും നമ്മുടെ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെയോ ഇതിൽ നമ്മൾ കെട്ടി നിർത്തിപ്പെടുന്ന ഒരു വസ്തുതയായി മാറിയിരിക്കുക. പക്ഷെ അതിൽ നിന്നെല്ലാം ഉപരി ഒരു വലിയ സങ്കല്പത്തിൻ്റെയും ഒരു ശാസ്ത്രീയതയുടെയും അടിത്തറ ഈ കാവുകളിലുണ്ട് എന്നുള്ളത് നമുക്ക് അതിൻ്റെ പഠനങ്ങളിലും അതിൻ്റെ ആശയത്തിൻ്റെ നടത്തിപ്പിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ പൂർവികരും ഇതിനെ കണ്ടെത്തിയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കാവുകളിലൂടെയുള്ള ഒരു ചെറിയ യാത്രയാണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരുടെയും പെർമിഷനോടുകൂടി നമുക്ക് ഈ കാവുകളുടെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കാനായിട്ട് നോക്കാം. ഗുരുവേ നമഃ. ഓം സദ്ഗുരുവേ നമഃ. പ്രപഞ്ചശക്തിയായ നമഃ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാവുകളുടെ പ്രാധാന്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് അടിസ്ഥാനപരമായിട്ട് മനുഷ്യനും നമ്മുടെ ഭൂമിയും നേരിടുന്ന കുറച്ച് വെല്ലുവിളികളെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിലൂടെ നമുക്ക് കാവുകൾ എത്രമാത്രം പ്രസക്തമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. WHO ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. ഓരോ വർഷവും 7 മില്യൺ ഡെത്ത് ഉണ്ടാവുന്നത് എയർ പൊല്യൂഷൻ കൊണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പല രോഗങ്ങളായിട്ടുള്ള സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസുകൾ, ക്യാൻസറുകൾ ആൻഡ് പലതരത്തിലുള്ള ശ്വാസകോശ രോഗങ്ങൾ, അലർജിക് രോഗങ്ങൾ, ഇതെല്ലാം ഉണ്ടാവുന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് എയർ പൊല്യൂഷനാണ്. അതിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഡൽഹി, അതുപോലെ ഇതിലുള്ള നോയിഡ പോലെയുള്ള സിറ്റികളിലൊക്കെ ഇപ്പോഴും നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്. എയർ പൊല്യൂഷൻ കൊണ്ട് ആളുകൾക്ക് വെളിയിറങ്ങാൻ പറ്റിയിരുന്നില്ല. ഡോക്ടർമാരെല്ലാം വാൺ ചെയ്തിരിക്കുകയാണ്. പലരും പല രോഗങ്ങൾക്ക് അടിമയാവാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു വായു മലിനീകരണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ 400 കൂടുതലാണ്. 200 താഴെ വേണ്ട എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ് 400 കൂടുതൽ നിൽക്കുന്നത്. അപ്പം ഇന്ത്യ അങ്ങനെ എയർ പൊല്യൂട്ടഡ് കൺട്രികളിൽ 5ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 2024 കണക്കനുസരിച്ച്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിഡമിക്, ഒരു സാംക്രമിക രോഗം ഉണ്ടായി മനുഷ്യൻ മരിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഈ വായു മലിനീകരണം കൊണ്ട് മരിക്കുന്നുണ്ട്. വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സ് WHO തന്നെ ഉള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടി അമ്മയുടെ ഉദരത്തിൽ വളരുമ്പോൾ തന്നെ ഈ എയർ പൊല്യൂഷൻ കൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. A child who is exposed to unsafe level of pollution can face a lifetime of health impacts. ഇവിടെയൊക്കെ ശ്വാസകോശങ്ങൾ, ഹൃദയം, മസ്തിഷ്കം, ഇതാണ് പറയുന്നത്. അതിൽ തന്നെ ഒരു കുട്ടി ജനിച്ച് 5 വയസ്സാകുന്നതിനനുസരിച്ച് അകത്ത് തന്നെ
5,43,000 കുട്ടികൾ ഈ എയർ പൊല്യൂഷൻ കൊണ്ട് മരിക്കുന്നുണ്ട്. 5 വയസ്സ് മുതൽ 15 വയസ്സിനിടയ്ക്ക് 52,000 ഡെത്തുകൾ എയർ പൊല്യൂഷൻ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ വായു മലിനീകരണം കൊണ്ട് മാത്രം എത്രമാത്രം ജീവൻ ആപത്കരമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്, എത്രമാത്രം രോഗാതുരമായിട്ടാണ് നമ്മുടെ വായു നമുക്ക് ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇന്നെല്ലാം 20 രൂപയുടെ വെള്ളം ക്യാരി ചെയ്യുന്നത് പോലെ അതിവിദൂരമല്ലാതെ നമ്മളെല്ലാവരും ചെറിയ ചെറിയ ഓക്സിജൻ ക്യാനുകൾ ക്യാരി ചെയ്യേണ്ട സമയം വന്നിരിക്കുകയാണ്. ഇതൊരു വശത്ത്. ഇതുപോലെ തന്നെയാണ് മണ്ണിലെ മലിനീകരണം. മണ്ണിലെ മലിനീകരണം പെട്രോളിയം ബൈ പ്രോഡക്ട്സുകളുടെ ആധിക്യവും വ്യവസായവത്കരണത്തിന്റെ ആധിക്യവും ഒക്കെ കൊണ്ട് തന്നെ അത് ശരിയായി മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് മണ്ണിലും പൊല്യൂഷൻസ് വളരെയധികമാണ്. ആർസനിക്, ക്രോമിയം, ലെഡ് ഇത്തരത്തിലുള്ള വളരെയധികം വലിയ ഹെവി മെറ്റൽസുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളും പരിതാപകരമാണ് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളുടെ കാര്യം എന്ന് പറയുന്നത്. വെള്ളത്തിൽ പലതരം ഇൻഫെക്ഷൻസുകൾ വരാനുള്ള സാധ്യത വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് കാണുന്നതാണ് മസ്തിഷ്കത്തിൽ അമീബിക്ക് ഇത് വരുന്നതിൻ്റെ. എന്തുകൊണ്ട് നമ്മുടെ കുളങ്ങളിൽ ഇത്തരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജലാശയങ്ങളിൽ ഇത്തരത്തിൽ ഇതിനുണ്ടാകുന്ന അമീബികകൾ കൂടുന്നു, വയറിളക്കം ഉണ്ടാകുന്ന ബാക്ടീരിയകൾ കൂടുന്നു? ഇത്രയും കാലം നമുക്ക് ഇത്തരത്തിലുള്ള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അപ്പം ഇങ്ങനെ എല്ലാ സെക്ടറുകളിലും നമുക്ക് പൊല്യൂഷൻസ് ആണ്. എയർ, വാട്ടർ, ലാൻഡ്, ഇവിടെ എല്ലാം വി ആർ ഫേസിങ് എ അലാറമിക് സിറ്റുവേഷൻ. അവർ ന്യൂ ജനറേഷൻ ഈസ് ഫേസിങ് എ മോർ ഡ്രാസ്റ്റിക് സിറ്റുവേഷൻ ദാറ്റ് every child will come to the earth with a lot of problems that may lead to the death of that child or that may lead to the diseases to that child. അങ്ങനെയുള്ള ഈ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാൻ എന്താണ് ഇന്നത്തെ ശാസ്ത്ര ലോകം നോക്കുന്നതെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകമാകമാനമുള്ള ശാസ്ത്രജ്ഞന്മാർ ഇതിൽ വളരെയധികം വർക്ക് ചെയ്യും. അവരെല്ലാം പറയുന്ന ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളെയും വൃക്ഷങ്ങളെയും കാടുകളെയും സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഇങ്ങനെയുള്ള ഒരു സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെവിടെയെങ്കിലും ഒരു തടയിടാൻ പറ്റുള്ളൂ. ഒരിക്കലും ഇത് 100% ഇല്ലാതാകാൻ പോകുന്നില്ല. ഒരു 30-40% നമുക്കിതിൽ നിന്ന് എന്തെങ്കിലും രക്ഷ നേടണമെങ്കിൽ വി ഹാവ് ടു ഗോ ബാക്ക് ടു ദ നേച്ചർ. അതിന് ഗ്രീൻ മൈക്രോ ഹബ്സ് ഓർ ഗ്രീൻ മൈക്രോ പ്രിസർവേഷൻ ആണ് അവരെല്ലാം സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വേറൊരു വശത്ത് കാണുന്നുണ്ട്. എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, സഡനായിട്ട് മഴ വരുന്നു, സോ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാവുന്നു. ഇതിനെല്ലാത്തിനും നമുക്ക് കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ് ഒരു പരിധി വരെ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അധികമായ അത്യാഗ്രഹത്തോടു കൂടി പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും എല്ലാത്തിലും ഒരു എക്കണോമി, ലാഭം മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു വർക്കുമാണ് നടക്കുന്നത്. ഇന്ത്യ പോലെ, ഭാരതം പോലെ സംസ്കാര സമ്പന്നമായിട്ടുള്ളതും ആധ്യാത്മികമായിട്ട് ഉയർന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രം ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു കരാളകമായ ഹസ്തങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് ഒരു ആഗോളവത്കൃതമായിട്ടുള്ള ചൂഷണങ്ങളിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂർവികന്മാർ ഈ പ്രകൃതിയെ ഉപയോഗിച്ചിരുന്നെങ്കിൽ അവരതിന് കുറച്ചെങ്കിലും രീതിയിൽ പരിഹാരം കണ്ടെത്തിയിരുന്നു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട മാർഗങ്ങൾ അവർക്കറിയാമായിരുന്നു. ഇതായിരുന്നു നമ്മുടെ കാവുകളിലെ വസ്തുത. അപ്പോൾ ഈ കാവ് എന്താണ് ചെയ്യുന്നത്, അവയുടെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം നമുക്ക് പോവേണ്ടത് കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാ കാവുകളിലും കാണുന്ന ഒരു വൃക്ഷത്തെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാ കാവുകളിലും കാണുന്ന ഒരു പ്രധാനപ്പെട്ട വൃക്ഷമാണ് ആൽ വൃക്ഷം. പലതരത്തിലുള്ള ആലുകൾ പല കാവുകളിൽ നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കാവുകളിലോ നമ്മുടെ കേരളം വിട്ടിട്ട് വളരെ വരണ്ട സ്ഥലങ്ങളിലെ കാവുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാലോ നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു സാധനം, അറൌണ്ട് ദ ഇന്ത്യ വി ക്യാൻ സീ ഫൈക്കസ് ഈസ് ദ പ്രൈം ട്രീ ഇൻ സച്ച് ടൈപ്പ് ഓഫ് ആൻ എക്കോസിസ്റ്റം. എന്തുകൊണ്ട് അരയാലോ പേരാലോ അത്തിയോ ഇത്തിയോ കാവുകളുടെ ഒരു നിത്യ വൃക്ഷമായി മാറി?
അല്ലെങ്കിൽ നമ്മുടെ അമ്പലങ്ങളിലെ ഒരു വൃക്ഷമായി മാറി, ഇല്ലെങ്കിൽ നമ്മുടെ 4 പേര് കൂടുന്ന ഒരു മുക്കിന്റെ വൃക്ഷമായി മാറി. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആൽമരത്തിന് നമ്മൾ ഒരു കാണുന്നുണ്ട്. അപ്പോൾ ഈ ആൽമരം എത്ര വിശാലമാണ്, അവയുടെ വലിപ്പം എത്രയാണ്, ആകൃതി എത്രയാണ്. അപ്പൊ ആകൃതി ഇത്രയും വലിപ്പമുണ്ടെങ്കിൽ അതെന്തുമാത്രം മാറ്റർ, ഭൗതികമായിട്ടുള്ള വസ്തുക്കളെയാണ് അവൻ സ്വാംശീകരിച്ചു വച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്ന് പലരും പറയുന്നത്. ഇന്ന് WHO പോലുള്ളതും അല്ലെങ്കിൽ വേൾഡിലുള്ള ആക്ടിവിറ്റീസുകൾ എല്ലാവരും പറയുന്നത് കാർബൺ സ്റ്റെബിലൈസേഷൻ വേണം. കാർബൺ സ്റ്റെബിലൈസേഷൻ വേണമെങ്കിൽ നമുക്ക് മരങ്ങളെ വച്ചു പിടിപ്പിക്കാം. അപ്പം ഇങ്ങനെയുള്ള ഒരു മരം തന്നെ എത്ര കാർബണാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ മരത്തിലോട്ട് വരാം. ഈ മരത്തിന്റെ വേരിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പൊ നമ്മൾ ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, മരത്തിന് പുറത്ത് നമ്മുടെ ഭൂമിക്ക് മുകളിലായിട്ട് ഒരുപാട് വേരുകൾ നമ്മൾ കാണുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അറകളുള്ള വേരുകൾ മുകളിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്നതിനെ ബട്രസ്ഡ് റൂട്ട് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റും. ഭൂമിക്കടിയിൽ ഇതല്ലാതെ ഒരുപാട് വേരുകൾ ഈ ആൽമരങ്ങൾ ആഴ്ന്നിറക്കുന്നുണ്ട്. അതിന് നിൽക്കണമെങ്കിൽ ഈ മുകളിലുള്ള ഇത്രയും വലിയൊരു മാസിന് കാറ്റടിച്ചും ഇതെല്ലാം ഒന്നും പോവാതെ നിൽക്കണമെങ്കിൽ അത്രയും അതിന്റെ 3 ഇരട്ടി വേര് താഴെ വേണം ഭൂമിക്കടിയിൽ. അങ്ങനെയുള്ള ഇടതൂർന്ന ഒരു വേരുകളുടെ ഒരു നെറ്റ്വർക്കാണ് ഭൂമിക്കടിയിൽ ആല് സൃഷ്ടിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് പഴകിയ ഒരു 5-6 വർഷം പഴകിയ ആലുകളുടെ ഇത്തരം വേരുകൾ പലപ്പോഴും ഡീക്കേ ആവും, അത് ചീഞ്ഞു പോകും. എന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല, അതൊരു സ്പോഞ്ച് പോലെ അങ്ങനെ തന്നെ അടിയിൽ കിടക്കും. അപ്പോൾ ഒരു മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം അവിടെ വരികയും ഈ വേരുകളുടെ ഈ നെറ്റ്വർക്കിനകത്ത് അങ്ങനെ കിടക്കുന്ന ചെറിയ ചെറിയ നാരുകളോടുകൂടി നിരഞ്ഞു കിടക്കുന്ന ആ ട്രാപ്പുകളിൽ, അതിന്റെ ഇടകളിൽ തങ്ങി നിൽക്കുകയും അത് കുറേച്ച മാത്രമേ അത് സറൗണ്ടിലോട്ട് വിടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഭൂതലത്തിലെ വെള്ളത്തിന്റെ ഒരു സ്ലോ ഡ്രെയിനേജ് സാധിക്കും. സോ ഗ്രൗണ്ട് വാട്ടർ has to be retained on that particular area and slowly it will drain to the surroundings. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയൊരു ആൽമരം നിൽക്കുകയാണെങ്കിൽ അതിന്റെ ചുറ്റും അറ്റ്ലീസ്റ്റ് ഒരു 1-2 കിലോമീറ്ററുകൾ ചുറ്റളവിലുള്ള ജലാശയങ്ങളിലോ കിണറുകളിലോ വെള്ളത്തിന് കുറവ് വരില്ല. സോ there will be a ground water maintenance ഉണ്ടാവും. ആ ഗ്രൗണ്ട് വാട്ടർ മെയിൻ്റനൻസ് ആൻഡ് സ്റ്റോറിങ് ആൻഡ് സ്ലോലി റിലീസിങ്. അപ്പം ഇങ്ങനെയുള്ള ഒരു വെള്ളം ഇവിടെ നിൽക്കുകയാണ്, ഒരു ഈർപ്പമുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഒരു കുട പോലത്തെ കാനോപ്പിയാണുള്ളത്. അതിന്റെ ശാഖകൾ ഉപശാഖകളൊക്കെ ചേർന്നിട്ട് ഒരു വലിയ കുട പോലെയാണ് നിൽക്കുന്നത്. അപ്പം ഈ നമ്മുടെ പകലൊക്കെ സൂര്യരശ്മി ഇതിലോട്ട് പതിക്കുമ്പോൾ ഇവിടെ വീഴുന്നില്ല, ഇതിന്റെ താഴത്തോട്ട് വീഴുന്നില്ല. അപ്പം ഇങ്ങനെ വീഴാതെ വരുമ്പോഴത്തേക്കും ഒരു ഹ്യൂമിഡിറ്റി റൈസ് ചെയ്യും. ഇതിന്റെ ശാഖകളുടെ ഇടയിലും ഈ ഇതിലുമായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ചൂടിന്റെ ഒരു ഹ്യൂമിഡിറ്റി റൈസ് ചെയ്യും. അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാവുമ്പോൾ അത് മണ്ണില് ഒരുപാട് ജൈവ ഘടകങ്ങളെ പിടിച്ചു നിർത്തും. ബാക്ടീരിയ, ഫംഗസ്, ഇതുപോലെയുള്ള അങ്ങനെയുള്ള ഒരു ബാക്ടീരിയൽ ഫംഗസ്, ഒരു ഗുഡ് എക്കോസിസ്റ്റം താഴെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം ഇങ്ങനെ മണ്ണിലെ ഒരു ജൈവ ഘടനയെ പിടിച്ചു നിർത്തുകയും അതിൽ വെള്ളത്തിന് വളരെ കുറച്ച് മാത്രം വിട്ടുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ട് ആ മണ്ണിന്റെ ഘടനയെ നിലനിർത്തും. ഇത് മാത്രമല്ല, പുതിയ പഠനങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വേരുകൾക്ക് പല പെട്രോളിയം ബൈകാർബണേറ്റ് ആയിട്ടുള്ള അൺവാണ്ടഡ് സബ്സ്റ്റൻസുകളെയും അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ലെഡ് പോലെയുള്ളത്, ആർസനിക് പോലെയുള്ളത്, ഇങ്ങനെയൊക്കെയുള്ളത് വലിച്ചെടുത്തിട്ട് അതിനെ വേറൊരു തരത്തിൽ കൺവെർട്ട് ചെയ്ത് ഇലയിലൂടെ കളയാനായിട്ടുള്ള കഴിവുണ്ട്. അങ്ങനെ ഫൈറ്റോ റെമഡിയേഷൻ എന്ന് ഇന്ന് ശാസ്ത്രലോകം പറയുന്ന ഒരു പ്രത്യേക കഴിവ് മണ്ണിലും വെള്ളത്തിലും നടത്താൻ ഈ കഴിയും. അങ്ങനെ വേരുകളിൽ പടർന്ന് ഒരു ജൈവ സമ്പുഷ്ടത നിലനിർത്തുന്ന ഈ വേർപടലങ്ങളിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വലിയ സ്റ്റെമ്മാണ്. അതിൻ്റെ തടികളാണ്. തടികൾക്കിടയിൽ ഒരുപാട് സ്പേസുകളുണ്ട്. ആ സ്പേസിൽ നിന്നാണ് ഇതിന്റെ ശാഖകളും ഉപശാഖകളും നിറഞ്ഞ് നിരക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാധനത്തിന്റെ ഇടയിൽ ഒരുപാട് സ്പേസുകൾ വരുമ്പോൾ വളരെ ചെറിയ ജീവികളൊക്കെ വന്ന് ഇതിനകത്ത് നിൽക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇതൊരു വലിയ കുട പോലെ ബാക്കിയുള്ളതിനെ താങ്ങി നിർത്തും. ഇതിലുള്ള ഓരോ ഇലകൾക്കും ഒരു വിസ്തീർണമുണ്ട്. ആ വിസ്തീർണത്തിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10,000-കണക്കിന് ഇലകളോട് ചേർന്ന് ഒരു വലിയ സർഫസ് ഏരിയ ഉണ്ടാകും. അത് നമുക്ക് 1-2 ഫുട്ബോൾ ഗ്രൗണ്ട് ചേർത്ത് വയ്ക്കുന്ന അത്രയും സർഫസ് ഏരിയ ഉണ്ടാകും.
ഇത്രയും സർഫസ് ഏരിയയിലോട്ട് നമ്മുടെ സൂര്യരശ്മികൾ വീഴുകയും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കപ്പെടുകയും ഓക്സിജൻ പുറത്തോട്ട് വിടുകയും ചെയ്യും. ഇങ്ങനെ ആ വായുവിനെ അത് ഒരു പരിധി വരെ നല്ല ഓക്സിജൻ ലെവൽ ഇവിടെ നിലനിർത്തുന്നു. അന്തരീക്ഷത്തിൽ എപ്പോഴെങ്കിലും ഒരു വലിയ പൊടിക്കാറ്റ് ഉണ്ടാവുകയാണ്. ആ പൊടിക്കാറ്റ് ഇതിലോട്ട് വരികയാണെങ്കിൽ ആ പൊടിക്കാറ്റിനെ തടഞ്ഞു നിർത്താനും ഡസ്റ്റിനെ അവിടെ തന്നെ ട്രാപ്പ് ചെയ്ത് പ്രിവെന്റ് ചെയ്യാനും ഈ മരങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. വലിയ വലിയ കൊടുങ്കാറ്റുകൾക്ക് പോലും പിഴുതെറിയാൻ പറ്റാത്ത ഒരു ഘടനയാണ് ഈ മരത്തിലുള്ളത്. നമ്മൾ ഈ ഇടയ്ക്ക് ഈ വയനാട് നടന്ന ഇതിൽ കണ്ടു കാണുന്നത് ഒരു അമ്പലത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ആൽമരം മാത്രമാണ് അവിടെ ഉള്ളത്. ബാക്കിയുള്ള മണ്ണും എല്ലാം ഒലിച്ചുപോയി. അപ്പൊ ഒരു ആലിന്റെ ശക്തി എന്തുമാത്രമായിരുന്നെന്ന് നമുക്ക് ആ പല ന്യൂസ് പേപ്പറിൽ വന്ന ഫോട്ടോയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ഈ ആലിന്റെ ഒരു പ്രാധാന്യം ആചാര്യന്മാർ പറഞ്ഞിരുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. ഈ ആലിന്റെ പഴങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഫോട്ടോയിലുള്ള. ഈ ആലിന്റെ പഴങ്ങൾ ശരിക്കും ഇതൊരു പഴമല്ല, ഇത് പൂക്കളെ കവർ ചെയ്തിരിക്കുന്ന ഒരു കൂടാണ്. ഒരിക്കലും സൂര്യരശ്മി പതിക്കാത്ത പൂക്കളാണ് ആലുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കൃതത്തിൽ അന്തപുഷ്പഫലം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഈ ആൺപൂക്കളും പെൺപൂക്കളുമാണ്. ഇവയ്ക്ക് പരാഗണം നടക്കണമെങ്കിൽ ഇതിനകത്തുകൂടെ ഒരു ജീവി അകത്ത് കടന്നാലേ പരാഗണം നടക്കും. അതിന് പ്രത്യേകതരം കടന്നലുകളുണ്ട്. ഓരോ ആൽവൃക്ഷത്തിനും ഓരോ പ്രത്യേക കടന്നലുണ്ട്. എല്ലാ കടന്നലുകൾക്കും എല്ലാ ആൽവൃക്ഷത്തിന്റെയും ഇത്തരത്തിനകത്ത് കടക്കാൻ പറ്റില്ല. അപ്പൊ ഈ കടന്നൽ എന്തിനാണ് കടക്കുന്നത്? ഈ കടന്നൽ ഇതിനകത്ത് കടക്കുന്നത് അതിന്റെ മുട്ടകൾ ഇടാൻ. ആ മുട്ടകൾ ഇതിനകത്ത് വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ ചെറിയ പുഴുക്കൾ ഇതിന്റെ പഴം പഴുക്കുമ്പോൾ കഴിച്ച് അടുത്ത ലൈഫ് സൈക്കിൾ ഉണ്ടാവണം. അതിനുവേണ്ടി എപ്പോഴും ഫീമെയിൽ ആയിട്ടുള്ള കടന്നലുകൾക്ക് മാത്രമേ ഉള്ളിൽ കടക്കാൻ പറ്റൂ. ഇങ്ങനെ ഒരുപാട് കടന്നലുകളും ജീവശലങ്ങളും ഇവിടെ വരുമ്പോഴത്തേക്കും അതിനെ തേടി വേറെ പല സാധനങ്ങളും വരും. ചെറിയ പല്ലികൾ വരുന്നു, വവ്വാലുകൾ വരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തരം പൂമ്പാറ്റകൾ വരുന്നു, ഒരുപാട് തരം ഉറുമ്പുകൾ ഉണ്ടാവും. തേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന തേനീച്ചകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് കൂട് കൂട്ടുന്നത് ഇതിന്റെ താഴെയാണ്. ഇതിൽ തന്നെ നമ്മൾ ഈ മാപ്പ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്ന ഈ ബട്ടർഫ്ലൈ അതിന്റെ ജീവചക്രം കംപ്ലീറ്റ് ആൽമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ആൽമരം ഇല്ലെങ്കിൽ അത്തരം ഒരു ബട്ടർഫ്ലൈയുടെ നാശമാണ് ഭൂമിയിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ വളരെ ചുറ്റുപാടുകൾ കൂട്ടിക്കെട്ടി കിടക്കുന്ന ഒരു വലിയ വൃക്ഷമാണ് ആൽവൃക്ഷം. ഇതിൽ ഒരുപാട് പഴങ്ങൾ ഉണ്ടാകും. ഈ പഴങ്ങൾ ഉണ്ടാകുമ്പോൾ ആരൊക്കെയാണ് വരുന്നത്? ഒരുപാട് തരത്തിലുള്ള പക്ഷികൾ വരും. വേഴാമ്പലും, തത്ത, പ്രാവ്, മൈനകൾ, കുയില്. അപ്പൊ ഇവരുടെ എല്ലാം ഒരു ഫീഡിങ് ഗ്രൗണ്ടാണ്. സോ ഫ്രൂട്ടിയോറസ് ബേർഡ്സുകൾ, അതുപോലെ അണ്ണാൻ, ഇവയൊക്കെ ഇവിടെ വന്നിട്ട് വളരെയധികം ഫ്രൂട്ട്സുകൾ കഴിക്കാൻ. അപ്പം ഇങ്ങനെ വരുന്ന പക്ഷികൾ പലയിടത്തുനിന്നും പല ഫ്രൂട്ട്സുകളും കഴിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഒരുപാട് തരത്തിലുള്ള സീഡുകൾ അവര് ക്യാരി ചെയ്തുകൊണ്ട് വരികയും അവിടെ അവരുടെ കാഷ്ടത്തിലൂടെ ഇത് ചുറ്റും വീഴുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വീഴുന്നിട്ട് പുതിയ പുതിയ ചെടികൾ മുളയ്ക്കും. അതുകൊണ്ട് ശാസ്ത്രലോകം പറയുന്നത് ഈ ചെടി, ഈ മരം ഒരു കീസ്റ്റോൺ സ്പീഷീസ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു മിനി എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം വെക്കേണ്ട മരം എന്ന് പറയുന്നത് ആൽവൃക്ഷങ്ങളാണ്. സോ ഇങ്ങനെ ഒരുപാട് പക്ഷികൾ ബന്ധപ്പെട്ട് കിടക്കുകയും ഒരുപാട് ചെറിയ ചെറിയ ജീവജാലങ്ങളായിട്ടുള്ള ഉറുമ്പുകളും ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മരം തന്നെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ആൽമരങ്ങൾ വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരുന്നത് മൂലതോ ബ്രഹ്മരൂപായ, മധ്യമോ വിഷ്ണുരൂപിണി, അഗ്രതോ ശിവരൂപായ, വൃക്ഷരാജോ തപോസ്തു. അപ്പൊ ജീവൻ നിലനിർത്തുന്ന മണ്ണിന്റെ ആവാസ വ്യവസ്ഥകൾ നിലനിർത്താൻ ബ്രഹ്മാവിനെ പോലെ അത് കഴിയുകയും അതിനെ താങ്ങി നിർത്തുന്ന വിഷ്ണുവായിട്ടും അഗ്രത്തിൽ ശിവരൂപമായിട്ടും വായുവിന്റെ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു മഹാവൃക്ഷമാണ്, വൃക്ഷരാജാവാണ്. ഇതിനെ ധ്വനിപ്പിക്കാൻ വേണ്ടിയാണ് വൃക്ഷായുർവേദത്തിൽ വേറെ ഒരെണ്ണം പറയുന്നത്. 10 കുളങ്ങൾക്ക്
10 കിണറുകൾക്ക് തുല്യമാണ് ഒരു കുളമെന്നും 10 കുളങ്ങൾക്ക് തുല്യമാണ് ഒരു വലിയ ജലാശയമെന്നും 10 ജലാശയങ്ങൾക്ക് തുല്യമാണ് ഒരു പുത്രനെന്നും 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു എക്കണോമിക് ബെനിഫിറ്റ്സ് ആണ് നോക്കുകയാണെങ്കിൽ ഈ മരത്തിന്റെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, അത് ചെയ്യുന്ന ഉപയോഗം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അങ്ങനെ ഒരു മരം തന്നെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് പല കാവുകളിലും ചിലപ്പോൾ നമുക്ക് ഒരു വലിയ ജൈവ വൈവിധ്യം ഉണ്ടെങ്കിൽ പോലും ഒരു മരം ഇത്തരത്തിൽ ഒരു ജൈവ വൈവിധ്യം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇത് വേറൊരു കാര്യം കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വലിയ മരം എവിടെ നിന്നാണ് അതിന്റെ ജീവിതം തുടങ്ങിയത്? 1.5 മില്ലിമീറ്റർ തൊട്ട് 2 മില്ലിമീറ്റർ ഡയമീറ്റർ മാത്രമുള്ള ഒരു കടുകുമണിയെക്കാളും ചെറിയ ഒരു വിത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇത്രയും വലിയ ഒരു ആകൃതി വിശേഷമുള്ള ഒരു പിണ്ഡമായി ഇത് മാറിയിരിക്കുന്നത്. അപ്പം ഒരു ജീവൻ എങ്ങനെയാണ് ഭൂമിയിൽ ഇത്രയും വലിപ്പമുള്ള ഒരു വസ്തുതയായി മാറുകയും അതെല്ലാ ജീവജാലങ്ങൾക്കും നിഷ്കർമ്മമായ കർമ്മം ചെയ്തുകൊണ്ട് പലരുടെയും താങ്ങി നിർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ ഭൂമിയിലെ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു മരത്തിൽ നിന്ന് അനേകമായിട്ടുള്ള മരങ്ങൾ ചേർന്ന് നിൽക്കുന്ന വേറൊരു ആവാസ വ്യവസ്ഥകളാണ് കാവുകളിൽ നിറഞ്ഞു കാണും. അതുപോലെ നമുക്ക് അത്തി കാണാം, കല്ലാനുകൾ കാണാം. നമ്മള് ഈ പലപ്പോഴും കോഴിക്കോട് നിന്ന് കാസർഗോഡോട്ട് പോവുകയാണെങ്കിൽ അവിടെയുള്ള കാവുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ചെങ്കല്ലുകൾ നിറഞ്ഞ കാവുകളാണ്. ലാറ്ററൈറ്റ് സാക്രഡ് ഗ്രൂവ്സ് ഒറ്റുപോഴും. ഈ ചെങ്കല്ലുകളെല്ലാം പിടിച്ച് പടർന്നുകൊണ്ട് നിൽക്കുന്നതാണ് കല്ലാലുകൾ. അപ്പൊ നമ്മളിവിടെ കാണുന്നത് കല്ലാലുകളാണ്. ഇങ്ങനെ കല്ലാലുകളുടെ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേയും നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും. ഈ ആലുകളെല്ലാം ഇത്തരത്തിൽ പല ഉപയോഗങ്ങളാണ് നമ്മുടെ പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും വേണ്ടി നൽകുന്നത്. സോ അരയാലായാലും പേരാലായാലും അത്തി ആയാലും ഇത്തി ആയാലും കല്ലാലായാലും എല്ലാം ഇത്തരത്തിൽ ജൈവ വൈവിധ്യം നിലനിർത്താൻ വളരെ പ്രധാനപ്പെട്ട വൃക്ഷങ്ങളാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ വലിയ എക്കോസിസ്റ്റം ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കുറച്ചുകൂടെ കൂടിയ സ്ഥലങ്ങളാണ് നമ്മുടെ കാവുകൾ എന്നുള്ളത്. ഇതിന് നമ്മൾ മലയാളത്തിൽ സർപ്പക്കാവ്, നാഗക്കാവ്, ഭഗവതിക്കാവ്, മാടൻകാവ്, യക്ഷിക്കാവ്, അയ്യപ്പൻ കാവ്, ഇങ്ങനെ പല പല പേരുകളിൽ നമുക്ക് കേരളത്തിൽ നമുക്ക് അറിയപ്പെടും. ഇപ്പൊ ഏകദേശം കണക്കിനനുസരിച്ചാണെങ്കിൽ 1200 തൊട്ട് 10742 വരെ കാവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് കേരളത്തിൽ. അപ്പൊ നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണം എത്രമാത്രം പ്രധാനപ്പെട്ട് നിലനിന്നിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കാണാം. ഇതിൽ നമ്മൾ ഈ കാണുന്നത് കാസർഗോഡിന്റെ അങ്ങറ്റമുള്ള കമ്മാടം കാവാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കാവായിട്ടുള്ള കമ്മാടം കാവാണ്. 56 ഏക്കർ. ഇത് ശരിക്കും ഒരു മിനി ഫോറസ്റ്റ് ആണ്. ഇവിടെ ജൈവ വൈവിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മിനി ഫോറസ്റ്റ് ആണ്. ഈ ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ ഉച്ചയ്ക്ക് ഒരു ഏകദേശം 12-നും 1:30-ക്കും ഇടയ്ക്കാണ്. അപ്പോഴും ഇതിനകത്ത് സൂര്യരശ്മി വരുന്നില്ല. ചുറ്റുപാടുമുള്ള പല വെള്ളങ്ങളുടെയും ഒരു ജലസ്രോതസ്സാണ്. ഇത്തരത്തിൽ വലിപ്പം കൊണ്ട് അത്രയും ഇല്ലാത്ത ഒരുപാട് കാവുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. 50 ഏക്കറുള്ള താവിടിശ്ശേരി കാവുണ്ട്, മാടായി കാവുണ്ട്, അതുപോലെ തന്നെ ഇരിങ്ങോൾ കാവും 25 ഏക്കർ. ഇപ്പൊ എറണാകുളത്തിന് ഇപ്പുറത്ത് നമ്മുടെ കാവുകൾക്ക് മൂല്യശോഷണം സംഭവിച്ചു. എറണാകുളത്ത് ഇപ്പുറത്തോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാവുകളെല്ലാം നമ്മൾ പൊളിച്ചടുക്കി അവിടെ കോൺക്രീറ്റുകൾ ഇട്ട് പല പല ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി ഈ കാവുകളുടെ താത്വികമായിട്ടുള്ള വസ്തുതയെ തന്നെ നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴ, കൊല്ലം, എറണാകുളം ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കോസ്റ്റൽ ഏരിയകളുടെ കാവുകളിൽ കുളം എന്ന് പറയുന്നത് ഒരു മസ്റ്റാണ്. അങ്ങനെയുള്ള കുളങ്ങൾ നിറഞ്ഞ കാവുകളായിരുന്നു നമുക്ക് കൂടുതലുണ്ടായത്. അതും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക ജല ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഇങ്ങനെ വൈവിധ്യമാർന്ന കാവുകളാണ് നമുക്കുള്ളത്. അത് ഓരോ സ്ഥലത്തിന്റെയും ഭൂപ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് കാവുകളുടെ ജൈവ വൈവിധ്യവും നിലനിന്നിരുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ പൊയ്യൽക്കാവ് വനദുർഗ ക്ഷേത്രമായാലും ഇത് കണ്ണൂരുള്ളതാണ്. നമ്മൾ ഇപ്പുറത്തെ ഫോട്ടോയിൽ കാണുന്നത് അഗസ്ത്യാർകൂടത്തിന്റെ താഴ്വാരത്തിലുള്ള ഒരു കാവാണ്. ആദിവാസി കോളനിയിലെ കോട്ടൂർ ആദിവാസി കോളനിക്ക് അടുത്തുള്ള ഒരു കാവാണ്. അതൊക്കെ വളരെ ചെറിയ മരങ്ങളാണ് നമ്മൾ കാണുന്നതെങ്കിലും ഇതിനകത്ത് പലതും ഇന്ന് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന വളരെ പ്രധാനപ്പെട്ട വൃക്ഷങ്ങളാണുള്ളത്. വളരെ കുറച്ച് എണ്ണി എടുക്കാൻ പറ്റുന്ന വൃക്ഷങ്ങൾ
ങ്ങളൊക്കെ പ്രിസർവ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇത്തരം കാവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാവുകൾ പല ജീവജാലങ്ങളുടെയും വൃക്ഷങ്ങളുടെയും അവസാന ഒരു അത്താണിയായി മാറിയിരിക്കുകയാണ്. പല വിത്തിനങ്ങളുടെയും സ്വാഭാവികമായിട്ടുള്ള പ്രജനനം നടക്കണമെങ്കിൽ ഉള്ള ഒന്നോ രണ്ടോ മരങ്ങൾ നിൽക്കുന്നത് ഈ കാവുകളിലാണ്. അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം നമുക്ക് എത്ര വില കൊടുത്താലോ അല്ലെങ്കിൽ എത്ര അനലൈസ് ചെയ്താലോ നമുക്ക് മനസ്സിലാക്കുന്നതിലൊക്കെ അപ്പുറമാണ്. ഇതൊരു കാവിന്റെ ഒരു ഭാഗമാണെന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന ഇത് ആ മനോഹരിത ഒരു കാവിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് മാടായി കാവിന്റെ ഒരു പോസ്റ്റ് റെയിനി സീസൺ ഫോട്ടോ ആണ്. മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെങ്കൽ പരപ്പുകളിൽ ചൂട് കാക്കപ്പൂവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ഗ്രൗണ്ട് ആണ് അവരുണ്ടാക്കുന്നത്. പലതരത്തിലുള്ള പക്ഷികൾ വരുന്നു, വളരെ മനോഹരമായിട്ടുള്ള. അപ്പം ഇങ്ങനെയുള്ള ഒരു ചെങ്കൽ കുന്ന് നിറഞ്ഞ ഒരു പരന്ന ഇതിനാ പ്രദേശത്ത് വരേണ്ട സമയത്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് തോന്നും ഇവിടെ എന്തിരിക്കുന്നു, ഇവിടെ കുറച്ച് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചാൽ എന്താണ്, ഈ കാവ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ വെറുതെ ഇട്ടേക്കണോ എന്നുള്ളതാണ്. ശരിക്കും ഈ ചെങ്കൽ കുന്നുകളിലാണ് ഒരു വളരെ പ്രധാനപ്പെട്ട മൈക്രോ എക്കോസിസ്റ്റം ഉണ്ടാകും. ഈ ആവാസ വ്യവസ്ഥ വെള്ളത്തിന് തടഞ്ഞു നിർത്തും. ഇതെല്ലാം ചെറിയ പോറസ് അറകളുള്ള കല്ലുകളാണ് ഇവിടെ ഉള്ളത് ചെങ്കൽ കുന്നുകളിൽ. അതുകൊണ്ട് തന്നെ വെള്ളത്തിനെ താങ്ങി നിർത്തുകയും വളരെ ചെറുതായിട്ടുള്ള ഒരുപാട് ജീവജാലങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ജീവജാലങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂമിയിലെയും മണ്ണിലെയും വേറെ പല ജീവജാലങ്ങളെയും അത് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതിന്റെ ഇപ്പുറത്ത് നമ്മൾ ഈ കാണുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഇത് ചെങ്കൽ കുന്നുകളിൽ ഉണ്ടാകുന്ന ഒരു ഇരപിടിയൻ സസ്യമാണ്, ഇൻസെക്ടിവറസ് പ്ലാന്റ്. ഇത് ഇതുപോലെയുള്ള ആവാസ വ്യവസ്ഥകളാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ ഇതിനെ നമ്മൾ മലയാളത്തിൽ കൊശുവട്ടി എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ്? കൊതുക് ഇതിന്റെ ഈ സ്റ്റിക്കി ആയിട്ടുള്ള സാധനങ്ങളിൽ വന്ന് അതിനെ പിടിച്ചിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് തിന്നും. അപ്പം ഇങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടെങ്കിൽ കൊതുകുകൾ അവിടെ വന്ന് മുട്ടയിടുകയും ആ കൊതുകുകളെ പിടിക്കാനായിട്ടുള്ള ഒരു ഇത് ഈ പ്ലാന്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഈ കൊതുകുകളുടെ നിയന്ത്രണം നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെയുള്ള പല പ്രാണികളെയും നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യും. ഇതിനെല്ലാം ഉപരി ഇതൊക്കെ വളരെ പ്രത്യേകതയുള്ള മരുന്നുകളും കൂടെയാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എല്ലാം തുടങ്ങുന്നത് വെള്ളത്തിൽ നിന്നാണ്. ജീവവൈവിധ്യം തന്നെ വെള്ളത്തിൽ നിന്നാണ്. അങ്ങനെ ജീവന്റെ പ്രശ്നങ്ങളും തുടങ്ങുന്നത് കൂടുതലും വെള്ളത്തിൽ നിന്നാണ്. ഇങ്ങനെ വെള്ളത്തിൽ ഉണ്ടാവുന്ന കുറച്ച് ജീവികളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. അത് പ്രത്യേകിച്ച് കാവുകളുടെ നനഞ്ഞ അന്തരീക്ഷത്തിലും കുളങ്ങളിലും ഉണ്ടാകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട സാധനമാണ് തുമ്പികൾ. പലതരത്തിലുള്ള തുമ്പികളുണ്ട്. ഈ തുമ്പികളുടെ ലാർവയാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടുകളിൽ കൂടുതൽ വരുന്നതാണ് കൊതുകുകൾ. അവരുടെ ലാർവയാണ് ഈ കാണുന്നത്. അപ്പം ഇങ്ങനെ ഒരു കാവിൽ ഒരു ജലാശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാവിലോട് അഡ്ജസ്റ്റന്റ് ആയിട്ട് അടുത്തായിട്ട് ഒരു ജലാശയം ഉണ്ടെങ്കിൽ അവിടെ ഇത്തരം തുമ്പികൾ വന്ന് മുട്ടയിടും. അതിന്റെ ലാർവ അതിനകത്ത് വളരും, വെള്ളത്തിൽ വളരും. ഇതുപോലെ തന്നെ കൊതുകുകളും വരും. കൊതുകുകളും വന്ന് ഈ വെള്ളത്തിൽ മുട്ടയിടും, അതിന്റെ ലാർവ വരും. ഈ ലാർവ ഈ കൊതുകിന്റെ ലാർവയെ തിന്നും. ഈ ഡ്രാഗൺ ഫ്ലൈസ് അതുപോലെ ഈ കൊതുകുകളെ പിടിച്ചു തിന്നും. അപ്പൊ അവിടെ ഒരു സന്തുലിതാവസ്ഥ വരികയാണ്. അപ്പം ഇങ്ങനെ പ്രകൃതി തന്നെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കി തന്നിരിക്കുന്നുണ്ട്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ അവയെ അങ്ങനെ തന്നെ വിടുകയാണ് നല്ലത്. ഇതുപോലെ നമ്മൾ ഇപ്പുറത്ത് കാണുന്നതാണ് മിന്നാമിനിങ്ങിന്റെ ലാർവയാണ്. ഈ മിന്നാമിനിങ്ങിന്റെ ലാർവ വളരണമെങ്കിലും വെള്ളം വേണം. അപ്പം ഈ മിന്നാമിനിമും ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുപോലെ കാവുകളുടെ അടുത്തൂടെ രാത്രിയൊക്കെ പോയിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും എന്തുമാത്രം ചീവീടുകളുടെ സൗണ്ടുകളാണ്. 12 വർഷവും 8 വർഷവും എടുത്ത് ഭൂമിക്കടിയിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് ഈ ചീവീടുകളിൽ അവരുടെ ജീവചക്രം നടത്തുന്നത്. അത്രയും സമയം ഈ 12 വർഷമൊക്കെ പല ചീവീടുകളും ഭൂമിക്കടിയിലാണ് ജീവിക്കുന്നത്. ഒരു സമയം മാത്രമേ അത് പുറത്തു വരുള്ളൂ, അതിന്റെ പ്രജനന സമയത്ത്. അപ്പം അങ്ങനെയുള്ള അവർക്കെല്ലാം അഭയം കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള കാവുകളിൽ വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ചെറിയ ജീവജാലങ്ങളും നമ്മുടെ ആരോഗ്യത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഈ കൊതുകുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ജീവജാലങ്ങളും വേണമെങ്കിൽ നമുക്ക് ഈ കാവുകളുടെ ആവാസ വ്യവസ്ഥ വിലമതിക്കാൻ പറ്റാത്ത. അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം പ്രാണികളെ പിടിക്കുന്ന പലതരത്തിലുള്ള തവളകളുടെ ഒരു അഭയകേന്ദ്രമാണ് ഇവിടെ.
ഒരു പ്രത്യേക തവളയാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ശ്രീ ഡേവിഡ് രാജു സാർ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് സാക്രഡ് ഗ്രൂ ബുഷ് ഫ്രോഗ്സ് എന്ന് പറയുന്നത്. സാക്രഡ് ഗ്രൂ ബുഷ് ഫ്രോഗ്, അതിന്റെ പേര് തന്നെ കാവുകളിൽ കാണുന്ന ബുഷ് ഫ്രോഗ് എന്നാണ്. ഇത് കാവുകളിൽ മാത്രം ഉള്ള ഒരു ഫ്രോഗാണ്. അപ്പം ഇതും കുറെ നമ്മുടെ ഈ പറഞ്ഞ പ്രാണികളെയൊക്കെ പിടിക്കും, പ്രത്യേകിച്ച് കൊതുകിനെയൊക്കെ പിടിക്കും, ഒരു ആവാസ വ്യവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യും. പലതരത്തിലുള്ള ഫിഷുകളുണ്ട്. അതിൽ ഈ കാണുന്ന ഫിഷൊക്കെ പലതും നമ്മുടെ പിന്നെ നോർത്തേൺ സൈഡിലുള്ള കാവുകളിൽ മാത്രം കാണുന്നതാണെന്നാണ് പറയുന്നത്. ഞണ്ടുകൾ, അതുപോലെ തന്നെ ഈ തവളകളെ നിയന്ത്രിക്കാൻ വേണ്ടി കുറെ നമ്മുടെ ചേര പോലെയുള്ള സാധനങ്ങൾ, പാമ്പുകൾ വരുന്നു. എലികളെ നിയന്ത്രിക്കാനായിട്ട്, എലികൾ കുറെ കൂടുതൽ എലികളെ നിയന്ത്രിക്കാനായിട്ട് പാമ്പുകൾ വരുന്നു. അങ്ങനെ നമ്മുടെ സർപ്പക്കാവിന്റെയൊക്കെ ഒരു കോൺസെപ്റ്റ് തന്നെ ഒരു ബയോഡൈവേഴ്സിറ്റി ബാലൻസ് ആണ്. നമുക്ക് വേണ്ടാത്ത കുറെ സാധനങ്ങളെ, നമ്മുടെ കൃഷിയിടങ്ങളെ നമ്മൾ നശിപ്പിക്കുന്ന കുറെ ജീവജാലങ്ങളെ എങ്ങനെ ജൈവികമായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള ഒരു ആശയം ഇതിനാണ്. അതുപോലെ കുളക്കോഴി പോലെയുള്ളത്, ചെറിയ നത്തങ്ങ പോലെയുള്ളത്, ഫ്രഷ് വാട്ടർ സ്നേക്സ്, ഇതെല്ലാം ഓരോ പ്രത്യേക കർമ്മങ്ങൾ ഭൂമിയിൽ നിർവഹിച്ചുകൊണ്ടാണ് ഈ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഘടന നമ്മളെ മണ്ണിന്റെ നടക്കുന്നുണ്ട്. മണ്ണിന്റെ പുറത്തും മണ്ണിന്റെ അടിയിലുമായിട്ട് അനേകം തരം ഉറുമ്പുകളുടെ ആവാസ വ്യവസ്ഥയാണ് ഇത്തരത്തിൽ. അതുപോലെ തന്നെ ചിതലുകൾ, കാവിൽ അടിഞ്ഞുകൂടുന്ന പഴകിയ ബ്രാഞ്ചസുകള്, തടികള്, ഇലകള്, ഇവയെല്ലാം കൺവെർട്ട് ചെയ്ത് ഒരു കറുത്ത മണ്ണായിട്ട് രൂപപ്പെടുത്താൻ വേണ്ടി ചിതലുകളും പുഴുക്കളും പലതരത്തിലുള്ള ഫംഗസുകള്, ബാക്ടീരിയാസുകൾ, കൂണുകൾ, ഇവയെല്ലാം ഇങ്ങനെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. ഇവയ്ക്കിടെ എല്ലാം പ്രാധാന്യത്തെ പറ്റിയുള്ള പഠനങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് മനുഷ്യന് മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള ചെറിയ വസ്തുതകൾ പോലും എന്തുമാത്രം പ്രാധാന്യമാണ് നമ്മുടെ ഒരു നേർവരമ്പുള്ള ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യമായിട്ടുള്ളത്. അതിൽ ഈ നടുക്ക് കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് നിലമാങ്ങ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഫംഗൽ ബോഡിയാണ്. ഇത് വളരെ ചില ജൈവ സമ്പുഷ്ടമായിട്ടുള്ള കാവുകളിൽ മഴ പെയ്യുമ്പോൾ പൊങ്ങി വരുന്നതാണ്. പല പഴയ വീടുകളും കാവുകളോട് ചേർന്നുള്ള അല്ലെങ്കിൽ തറവാടുകൾ പൊട്ടിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് നിലമാങ്ങ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധം കൂടെയാണ്. പല രോഗങ്ങളുടെയും ഒരു എമർജൻസി മെഡിസിൻ എന്ന് തന്നെ പറയാമായിരുന്നതാണ് പണ്ട്. ടെറ്റനസ്, കോളറ, ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇപ്പം ഇത് കാണാനില്ല. നമ്മുടെ ജൈവ വൈവിധ്യത്തിൽ വന്ന തകർച്ചയാണ് ഇതിനൊക്കെ കാരണം. ഇത് കൂടുതൽ ഉണ്ടാകുന്നത് ചെതൽപ്പുറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത് നമ്മൾ മൃഗങ്ങളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ കാവുകൾ പലപ്പോഴും കുരങ്ങുകളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥയും അവരുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വീടുകളുമായിരുന്നു. ഈ ഫോട്ടോ നമ്മൾ തൃക്കരിപ്പൂർ ഒരു കാവുണ്ട്. ആ കാവില് എപ്പോഴും അവര് ഈ കുരങ്ങന്മാർക്കൊക്കെ സദ്യയും ഫുഡും കൊടുക്കുകയാണ്. അങ്ങനെ അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഇങ്ങനെയുള്ള ആവാസ വ്യവസ്ഥകൾ കാവുകളിലും ചെറിയ ചെറിയ വനങ്ങളിലും ഇല്ലാതെ വന്നതുകൊണ്ടാണ് ഇന്ന് കുരങ്ങുകളെല്ലാം പലയിടത്തും നമ്മുടെ കൃഷിയിടങ്ങളിൽ വരുന്നതും നമ്മുടെ വീടുകളിലും ബാക്കിയുള്ളിടത്തൊക്കെ എല്ലാം വന്ന് നശിക്കപ്പെടുന്നത്. അവയ്ക്ക് വേണ്ട ആവാസ വ്യവസ്ഥകൾക്ക് വേണ്ട സാധനങ്ങളും അവയ്ക്ക് വേണ്ട ആഹാരങ്ങളും ഇന്ന് പ്രകൃതിയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഉടുമ്പ് പോലെയുള്ള ജീവികൾ, കീരിയും കാവുകളിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പൊ ഒരുപാട് പാമ്പുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ കീരിയായി. അതുപോലെ തന്നെ പന്നികളുടെ ശല്യം നമുക്ക് ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആവാസ വ്യവസ്ഥയെ കംപ്ലീറ്റ് ഇല്ലാതാക്കി. അവയ്ക്ക് വേണ്ടപ്പെട്ട ആഹാരങ്ങളായിട്ടുള്ള പലതരം കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും ഇപ്പൊ കിട്ടാതിരുന്നത് കൊണ്ടാണ് ഇത് പലതും വെളിയിലോട്ട് വരുന്നത് എന്നുള്ളതിനും നമ്മൾ കണ്ണടച്ച് കളയുകയാണ്. അപ്പം ഇതിലെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൃഷിയിടങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രൊപ്പോർഷനെങ്കിലും നമ്മുടെ പഴയ കാലത്തെ ആചാര്യന്മാർ കാവുകൾക്ക് വിട്ടു നൽകിയിരുന്നു എന്നുള്ളതാണ്. ഒരു പഠനം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവുകൾ എത്രമാത്രം ജൈവ സമ്പുഷ്ടമാണ് എന്നുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ 15 കാവുകളിൽ നടത്തിയ ഒരു പഠനം ജ്യോതി മേഡം എന്ന് പറയുന്ന ആളും ഒരു നമീർ എന്ന് പറയുന്ന അദ്ദേഹവും കൂടെ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 111 ബേർഡ് സ്പീഷീസ്, 49 കുടുംബങ്ങളിൽ ബിലോ ചെയ്യുന്ന 111 പക്ഷികൾ ഈ കാവുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതില് പ്രധാനപ്പെട്ട മൂങ്ങകളും വവ്വാലുകളും കാട്ടുകോഴി, പരുന്തുകള്,
ഇങ്ങനെ പല തരത്തിലുള്ളതുണ്ട്. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വവ്വാലുകളും മൂങ്ങകളുമാണ്. അതിൽ തന്നെ വവ്വാലുകൾ ഇന്ന് നിപ്പ പോലെയുള്ള എപ്പിഡമിക്സുകളും ഒക്കെ വരുന്നുണ്ട്, പാൻഡമിക്സ് ഒക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ട് വരുന്നു നിപ്പ? നമ്മുടെ ഈ വവ്വാലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥയായിരുന്നു ഈ ആൽമരങ്ങളും കാവുകളും. നമ്മുടെ സൗകര്യകാർത്ഥം ഒരു ഇലക്ട്രിക് കമ്പി പോകുന്നെന്ന് പറഞ്ഞിട്ടും അതിന്റെ ഒരു കമ്പ് ഒടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ അവിടെ വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ടും നമ്മൾ ഈ ആവാസ വ്യവസ്ഥയെ കംപ്ലീറ്റ് നമ്മൾ വെട്ടിമാറ്റി കഴിഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ ഈ ജീവജാലങ്ങൾ എവിടെ പോകും? ഈ ജീവജാലങ്ങൾ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു വരികയും അവയ്ക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള പുഷ്പങ്ങളിൽ നിന്നുള്ള തേനുകൾ കിട്ടാതെ വരിക, പല ഇൻസെക്റ്റുകളെ കിട്ടാതെ വരിക. ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ വായിലേക്ക് വൈറൽ ലോഡ് കൂടും. ഇങ്ങനെ വരുമ്പോൾ വൈറസ് പുറത്തോട്ട് ചാടും. അപ്പം ഇങ്ങനെ വന്നിട്ടാണ് പലപ്പോഴും ഈ രോഗങ്ങളിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള എപ്പിഡമിക്സുകൾ എങ്ങനെ ഉണ്ടാവുന്നു, ഉറവിടം ഇന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യവകുപ്പും ബാക്കിയുള്ളവരും ഒക്കെ. അപ്പൊ ഈ ഉറവിടം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഇത്രയും അധിക ഭാരിച്ചമായിട്ടുള്ള നമ്മുടെ ഖജനാവിലെ പൈസ മാറ്റിക്കൊണ്ട് അതാത് സ്ഥലങ്ങളുടെ എക്കോസിസ്റ്റം പ്രിസർവ് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് പലതും തടഞ്ഞു നിർത്താൻ പറ്റുമായിരുന്നു. ഇനിയും സമയം അതിക്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെയും മനുഷ്യ സമൂഹത്തിന്റെയും മാനസികവും ആത്മീയവുമായിട്ടുള്ള സന്തുലിതത നിലനിർത്തുക എന്ന് പറയുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. എല്ലാ കാവുകൾക്കും അതിന്റെ പ്രത്യേകതയുള്ള അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും ആത്മബലം നൽകുന്നതുമാണ് കാവുകൾ. എന്ത് വിഷമം വന്നാലും ഓടിപ്പോയി ഒരു പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയിൽ അമ്മയെ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ശക്തി അവിടെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു അഭയ കേന്ദ്രമായി മാറാൻ കാവുകൾക്ക് കഴിഞ്ഞിരുന്നു. ഇന്നും അതാണ്. ഇന്ന് സൈക്കോളജി പഠിക്കുന്നവരും അല്ലെങ്കിൽ സൈക്കോട്രി ചികിത്സിക്കുന്നവരും ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ സങ്കീർണമായ മനുഷ്യ മനസ്സുകൾ എപ്പോഴും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ഈ സങ്കീർണമായിട്ടുള്ള മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന ആകുലതകളും വ്യാകുലതകളും ഒക്കെ മാറ്റണമെങ്കിൽ പ്രകൃതിയുമായി ചെലവഴിക്കും. അപ്പൊ ഒരു സംസ്കാരത്തിൽ, ഒരു പൈതൃകത്തിൽ പ്രകൃതിയെ വിശ്വസിച്ച് പ്രകൃതിയുടെ ശക്തിയെ ബഹുമാനിച്ചുകൊണ്ട് പ്രകൃതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന ഒരു ജനസമൂഹത്തിൽ വളരുന്ന ഒരു കുട്ടിക്ക് അവൻ ഭാവിയിൽ അഭിമുഖീകരിക്കാവുന്ന വിഷമഘട്ടങ്ങളെ തരണം ചെയ്യാൻ അവന് എളുപ്പം സാധിക്കും. ഇന്ന് ആധുനിക ലോകത്ത് നമുക്ക് ഇതാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടു, ഒരു സീറ്റ് നിഷേധിച്ചാൽ പോലും, ഇലക്ഷന് നിൽക്കാവുന്ന ഒരു പഞ്ചായത്ത് സീറ്റ് നിഷേധിച്ചാൽ പോലും ആത്മഹത്യയിലേക്ക് പോകുന്ന പ്രവണതകളാണ് പലയിടത്തും ഉണ്ടാകുന്നത്. അപ്പം ഇവരെല്ലാം എന്താണ്, എവിടെയാണ് നമ്മുടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? 8ലും 10ലും പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഒന്നും താങ്ങാനുള്ള കരുത്തില്ല. ഇങ്ങനെ താങ്ങാനുള്ള കരുത്തുകളുടെ ശക്തി വിശേഷം കാണിക്കുന്നതാണ് നമ്മുടെ കാവ്. ആ കാവുകളിൽ നിന്ന് പുറത്തു വരുന്ന രൂപവർണ്ണ വിശേഷങ്ങളുള്ള കോലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാനും നമ്മുടെ മനുഷ്യ മനസ്സിന് ശക്തി പകരാനും സഹായിക്കുന്ന ഓരോ റിച്വൽസുകളാണ്. അത് ഓരോന്നും എടുത്ത് നമുക്കിപ്പോ പറയാനുള്ള സമയം കുറവുകളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഈ നീലിയാർകൂട്ടത്തിൽ നിന്ന് വരുന്ന ഒരു ഇതാണ് നിങ്ങൾ ഈ കാണുന്നത് ആദ്യം. അപ്പം ഇങ്ങനെ ഒരു രൂപം ഈ പച്ച നിറഞ്ഞ ഇടതൂർന്ന ഒരു കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ദർശിക്കുന്ന നമ്മുടെ മനസ്സ് ഒരു നിമിഷമെങ്കിലും നിശ്ചലമായി പോകും. അങ്ങനെയുള്ള ഒരു നിശ്ചലത്വം ഒരു യോഗ തന്നെയാണ്. യോഗസ്ഥ ചിത്തവൃത്തി നിരോധ. മനസ്സ് ഒന്നിലും വ്യാപരിക്കാതെ അതിശോക്തമായി ഒരു ഇന്ദ്രിയങ്ങളും വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഒരു കാഴ്ചയിലേക്ക് നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള സംസ്കാര സമ്പന്നമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള ഒരുപാട് വസ്തുതകൾ നിലനിൽക്കുന്നതാണ് നമ്മുടെ ഇത്തരം പൈതൃകങ്ങളെന്ന് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. നമ്മൾ ഇതിലെല്ലാം കാണുമ്പോൾ കാവുകളിൽ ആദ്യം വരുന്നത് കുറച്ച് മരങ്ങളാണ്. നമുക്ക് കുറച്ച് കാവുകൾ നിലനിൽക്കുന്നത് തന്നെ സസ്യ വൈവിധ്യം കൊണ്ടാണല്ലോ. അപ്പൊ ആ സസ്യ വൈവിധ്യങ്ങളിലെ കുറച്ച് സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. കാവുകൾ നിലനിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് യക്ഷിപ്പാല, ഏഴപ്പാല എന്നൊക്കെ പറയപ്പെടുന്ന ഈ പാലമരങ്ങളാണ്. ഈ പാലമരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആൽമരം പോലെ തന്നെ വളരെ വലിപ്പമുള്ളതും ഒരുപാട് ശാഖകളും ഉപശാഖകളും ഉള്ളതും ഒരു സ്ഥലത്ത് തന്നെ 7 ഇലകളുണ്ട്.
അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഏഴലം പാല എന്ന് പറയുന്നത്. ഇടതൂർന്ന ഇലകൾ. എല്ലാ പുഷ്പങ്ങളും വിരിയുന്നത് രാത്രിയിലാണ്, പ്രത്യേക തരത്തിലുള്ള പരിമളം. അപ്പൊ ഇങ്ങനെ രാത്രി വിരിയുമ്പോൾ രാത്രി സന്ദർശിക്കുന്ന ഒരു കൂട്ടം നിശാശലഭങ്ങളുണ്ട്, കുറെ പ്രത്യേക തരത്തിലുള്ള വവ്വാലുകളുണ്ട്. ഇവയ്ക്കൊക്കെ തേനും അതിന് ചില ആഹാരവും എല്ലാം നൽകിക്കൊണ്ടാണ് ഈ ആൽമരങ്ങൾ, ഈ ഏഴലം പാല നിൽക്കുന്നത്. അത് മാത്രമല്ല, ഈ ഏഴലം പാലയ്ക്കും ഇത്തരത്തിൽ വായുവിന്റെ മലിനീകരണ തോത് കുറയ്ക്കാൻ കഴിയും. മണ്ണിലും ജലത്തിലുമുള്ള അനാവശ്യമായ വസ്തുക്കളെ, ഹെവി മെറ്റൽസ് പോലെയുള്ള സാധനങ്ങൾ വലിച്ചെടുക്കാനും കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി ഇതിന്റെ ഇലകൾ വളരെ കട്ടിയുള്ളതും ഒരുപാട് തരത്തിലുള്ള കെമിക്കലുകൾ നിറഞ്ഞതുമാണ്. ഇത് ഉണങ്ങി താഴോട്ടാണ് വീഴുന്നത്. ആയിരക്കണക്കിന് ഇലകളാണ് വീഴുന്നത്. ഈ ഇലകൾ എന്ത് ചെയ്യും? മണ്ണിൽ പൊടിഞ്ഞു ചേരും, വെള്ളത്തിൽ ലയിക്കും. അപ്പം ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ വളരെ കയ്പരസവും കഷായരസവും ആയിട്ടുള്ള ഈ ഇലകള് വെള്ളത്തിലും മണ്ണിലും കലർന്നുകൊണ്ട് അവിടെയുള്ള അനാവശ്യമായിട്ടുള്ള ബാക്ടീരിയ, ഫംഗസുകളെല്ലാം കൊല്ലും. ഒരു ഏഴലം വാഴയുടെ താഴെയും നമുക്ക് ഒരിക്കലും കൂണുകൾ മുളച്ചു പൊങ്ങുന്നതോ അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള മഷ്റൂംസുകളോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ജീവജാലങ്ങളോ ഒന്നും ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇത്തരം അനാവശ്യമായിട്ടുള്ള ഫംഗസുകളെയൊക്കെ കുറയ്ക്കാനായിട്ടുള്ള ഒരു സഹായം അതിന്റെ പട്ട, ഇതിന്റെ ബാർക്ക് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഔഷധമാണ്. മലേറിയ ഫീവറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഇതിന്റെ ബാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മുടെ കാസർഗോഡിന്റെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മംഗലാപുരം തുടങ്ങുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങളിലുള്ള കാവുകളുടെ വശത്തുള്ള ഏഴലം പാലകൾ നോക്കിക്കഴിഞ്ഞാൽ ഏഴലം പാലയുടെ തോല് എടുത്തിരിക്കുന്നത് കാണാം. എന്നുണ്ടെങ്കിൽ ഓരോ മഴക്കാലത്തിന് മുമ്പും അവിടെ ഇത് കല്ലുകൊണ്ട് വച്ച് ഇടിച്ചെടുക്കും. ഈ തോല് ഇടിച്ചെടുത്തിട്ട് അത് വെള്ളത്തിൽ അരച്ച് അതൊരു ചെറിയ പാനീയമായിട്ടെടുത്ത് അതിനകത്ത് ശകലം ജീരകവും പിന്നെ ചുക്ക്, കുരുമുളക് ഇത് ചേർത്തിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കും, ഒരു പാനീയം ഉണ്ടാക്കും. ഈ പാനീയം എല്ലാവർക്കും മഴക്കാലത്തിന് മുമ്പ് അമാവാസിയിൽ കൊടുക്കും. എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം ഉണ്ടാകുമ്പോൾ മലേറിയ അവിടെ കൂടുതൽ ഉണ്ടാകും. ഈ മലമ്പനി ഒഴിവാക്കാൻ വേണ്ടി അതിന് മുമ്പായിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഉടുപ്പിയിലൊക്കെ ഇത് സർവ്വസാധാരണമാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രതിരോധ സംവിധാനം കൂടെ ഈ കാവുകളുമായി ബന്ധപ്പെട്ട ഏഴലം പാലകൾ നിർവഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ കാവുകളിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് സ്ക്ലീച്ര ഉലിയോസ, പൂവം എന്ന് പറയുന്നത്. പൂവത്ത് ഇത് ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലാക്ഷ, കൊമ്പരക്ക്, കോലരക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടോ, നെയ്ത്തേങ്ങയൊക്കെ അടയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന മുമ്പത്തെ സാധനം, ചുവന്ന സാധനം. ഇത് ഉണ്ടാവുന്നതിന്റെ കൃമികൾ, അതിന്റെ കീടങ്ങൾ, ഇത് ശരിക്കും ഒരു ഇൻസെക്ട് ഉണ്ടാകുന്നതാണ്. ലാസിഫറ ലാക്ക എന്ന് പറയുന്ന ഒരു ഇൻസെക്ട് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരമാണ് ഈ പൂവം. ഈ പൂവത്തിന്റെ കൊമ്പുകളിലാണ് ഈ ഇൻസെക്ട് വന്നിട്ട് അത് പഞ്ചർ ചെയ്തിട്ട് അതിന്റെ സലൈവയും ഇതിന്റെ കുറച്ച് ഇതും കൂടെ കൊണ്ട് അതൊരു കൂടുണ്ടാകും. എന്തിനാണ് ഈ കൂടുണ്ടാക്കുന്നത്? അതിന്റെ മുട്ടകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ മരമില്ലെങ്കിൽ നമുക്ക് ഈ കൊമ്പരക്ക് കിട്ടില്ല. അത് മാത്രമല്ല, ഈ മരം വളരെ മനോഹരമായിട്ടുള്ള മരമാണ്. അത് വരണ്ട സമയങ്ങളിൽ കംപ്ലീറ്റ് ഇല പൊഴിച്ചുകൊണ്ട് പുതിയ ഇലകൾ വരുന്നതാണ് ഈ ചുവന്ന നിറത്തി കാണുന്നത്. അപ്പം ഇങ്ങനെ ഇല പൊഴിക്കുന്ന മരങ്ങൾ ഡെസിഡിയസ് ട്രീസ് എന്ന് പറയും. ഈ ഡെസിഡിയസ് ട്രീസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് തരത്തിലുള്ള അനാവശ്യ വസ്തുക്കളെ നമ്മളെ ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്നും വലിച്ചെടുക്കുകയും അതിങ്ങനെ പൊഴിഞ്ഞു പോണ ഇലകളിൽ നിന്ന് വേറൊന്നായിട്ട് മാറ്റുകയും ചെയ്യും. പൂവത്തെണ്ണ ഏറ്റവും നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള പൂവത്തിന്റെ ഇലയും ഈ കുരുക്കളും, ആയിരക്കണക്കിന് കുരുക്കളാണ് ഇതിനകത്തുണ്ടാകുന്നത്. ഈ വിത്തുകളും എല്ലാം താഴെ വീണ് ലയിച്ച് അതും ഒരു വെള്ളത്തിനും അതുപോലെ തന്നെ മണ്ണിനും ഒരു ജൈവ ബാലൻസ് ഉണ്ടാക്കാൻ സാധിക്കും. പൂവവും പാലയും ഏറ്റവും പ്രധാനപ്പെട്ട മരങ്ങളാണ് നമ്മുടെ അമ്പലങ്ങളിലായാലും കാവുകളിലായാലും. ഉത്തരാളിക്കാവിൽ നമുക്ക് നടുവിൽ കാണുന്നത് തന്നെ ഇപ്പം ബാക്കിയുള്ള മരങ്ങളെല്ലാം പോയി, ഇപ്പൊ പൂവം മാത്രമേ ഉള്ളൂ. പല കാവുകളുടെ സ്ഥിതി ഇതാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ അവസ്ഥ അവിടെ മാത്രം നിലനിൽക്കുന്നതുകൊണ്ട് അതിനെ നിർത്തിയിരിക്കുന്നു, ഇല്ലെങ്കിൽ അതും എടുത്തു കളഞ്ഞാൽ. ഇതുപോലെ തന്നെ മഞ്ചാടി, മനസ്സിനെ ഏറ്റവും സ്വാധീനിക്കുന്നതും ഹൃദയത്തിന് ഏറ്റവും സ്വാധീനം ഉണ്ടാക്കാവുന്നതുമായ മഞ്ചാടി കുരുകൾ, ചുവന്ന കളർ. അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് കാവുകളിൽ മാത്രം കാണുന്ന ഒരു വൃക്ഷമാണ് ചെമ്മരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. നമ്മുടെ ലിവർ, സ്പ്ലീൻ,
യകൃത്ത്, പ്ലീഹ, ഇവയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ചെമ്മരം എന്ന് പറയുന്ന സാധനം. ഈ മരം ഇന്ന് അവശേഷിക്കുന്നത് നമ്മുടെ കാവുകളിൽ മാത്രമാണ്. കാവുകൾ ഇല്ലായിരുന്നെങ്കിൽ ഈ മരം നമുക്ക് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാമായിരുന്നു. അപ്പോൾ ഈ കാവുകളിലുള്ള കുറച്ച് മരങ്ങളിൽ നിന്ന് വിത്തുകൾ ശേഖരിച്ചോ അല്ലെങ്കിൽ വിത്തുകൾ പക്ഷികൾ കൊണ്ടുവന്നിട്ടോ വേണം ഇനി നമുക്ക് ഈ മരത്തിനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ. ഒരു ഹൈലി റെയർ പ്ലാന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ചൂണ്ടപ്പന, ആനപ്പന എന്ന് പറയുന്നത് എല്ലാ കാവുകളിലും നിറസാന്നിധ്യമായിട്ടുള്ള ഒരു ഇതാണ്. പലതരത്തിലുള്ള പക്ഷികൾ, മരപ്പട്ടി, വെരുക്, ഇവയുടെയൊക്കെ ഭക്ഷണം ഇതിന്റെ പഴമാണ്. അപ്പം ഇത്തരം വൃക്ഷങ്ങളും ഈ പഴങ്ങളും ഇല്ലെങ്കിൽ ഇവ എവിടെ പോയി ആഹാരം തേടും? അപ്പം പലപ്പോഴും പല വീടുകളിലോട്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ വാസമുള്ളിടത്തോ ആഹാരം തേടി എത്തുക സ്വാഭാവികം. അപ്പൊ ഈ മരങ്ങളുടെ ഇല വിന്യാസം, അവ പ്രകൃതിക്ക് നൽകുന്ന ഉപയോഗമൊക്കെ നമുക്ക് പറയാൻ പറ്റാത്തതിലും കൂടുതലാണ്. ഇതിൽ ഇത്രയും പഴങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ ഒരു നാരിൽ തന്നെ കാണാം ഏകദേശം 100 പഴമെങ്കിലും ചിലപ്പോൾ കണ്ടെന്നിരിക്കും. എത്ര പൂക്കളുണ്ടാവണം? ആയിരക്കണക്കിന് പൂക്കളുണ്ടാവും. ഇത് പൂക്കുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്രമാത്രം ചെറുതേനീച്ചയും വലിയ തേനീച്ചയും പിന്നെ കടന്നലുകൾ പോലെയുള്ള ജീവിജീവികളും പലതരത്തിലുള്ള ഉറുമ്പുകളും ഇവിടെ വരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് ജീവജാലങ്ങളിൽ ഇങ്ങനെ വരുന്ന അതിന് ഒരു ജീവനും അഭയവുമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ ജീവജാലങ്ങൾ പ്രകൃതിക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു മനോഹര വൃക്ഷമാണ് ചുണ്ടപ്പന എന്ന് പറയുന്നത്. പലപ്പോഴും വെള്ളം നിറഞ്ഞ കാവുകളിലെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് കരിഞ്ചേര്, ചേര്, കാട്ടുചേര്. ഇതും ഇന്ന് എല്ലായിടവും നമ്മൾ വെട്ടിക്കളയാണ്. അപ്പൊ ഇതെവിടെയാണ് ഉണ്ടാകുന്നത്? ആറ്റുചേരെന്നാണ് ഇതിനെ കൂടുതൽ പറയുന്നത്. ആറ്റിന്റെ വക്കുകളിലും ഇതുപോലുള്ള വെള്ളം നിറഞ്ഞ കുളങ്ങളിലായിട്ടുള്ള കാവുകളുടെ ഈ സൈഡിലാണ് ഉണ്ടാകുന്നത്. ഇത് ഒരു വിഷസ്വഭാവമുള്ളത് തന്നെയാണ്. അപ്പം ഇങ്ങനെ വിഷസ്വഭാവമുള്ള ഇലയും കുരുക്കളും ഭൂമിയിലും വെള്ളത്തിലും വീഴുന്നാൽ മാത്രമേ ഭൂമിയിലെയും വെള്ളത്തിലെയും അനാവശ്യമായിട്ടുള്ള ബാക്ടീരിയൽ ഫംഗസുകളെല്ലാം ഇല്ലാതാവുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മരങ്ങൾ ഇത് ഉണ്ടാക്കുന്നത്. എന്തിനാണ് ഈ മരം ഉണ്ടാക്കുന്നത്? ഈ മരം വളരുന്നത് വെള്ളത്തിനടുത്ത് ആയതുകൊണ്ട് അതിന്റെ അടുത്ത ജീവചംക്രമണത്തിനും അതിന്റെ നിലനിൽപ്പിനും വേണ്ടത് വെള്ളം മാത്രമായ പറ്റില്ല. അത് ചൂടുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ചൂടുള്ള സാധനം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വിഷസ്വഭാവമുള്ള സാധനം ഇല്ലെങ്കിൽ പലരും ഇതിനെ വന്ന് തിന്നുകയും ഇത് ചീഞ്ഞളിഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെ ചീഞ്ഞളിഞ്ഞു പോകാതിരിക്കാനും ഇവയെ അകറ്റി നിർത്താനും വേണ്ടി ഈ ഫംഗസ്, ബാക്ടീരിയ പോലുള്ളതും ചില ജീവജാലങ്ങളും ഇതിനെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അവർ കൂടുതൽ ചൂടുള്ള വസ്തുതകൾ, കെമിക്കൽസുകൾ ഇതിനകത്ത് സെക്രേറ്റ് ചെയ്യും. ആ കെമിക്കലുകൾ വേറെ രീതിയിൽ നമ്മുടെ മനുഷ്യന് ഉപയോഗപ്രദമാകും. അപ്പം എങ്ങനെയാണ് നമ്മുടെ കുളങ്ങളും നമ്മുടെ ജലാശയങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത്തരം 1-2 മരങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അമീബകളോ ഇത്തരത്തിലുള്ള ഫംഗസുകളോ ബാക്ടീരിയകളോ ഒന്നും അതിനകത്ത് അധിക തോതിൽ ഉണ്ടാവില്ല. അതിന് ലോഡ് ഓഫ് ദീസ് ബാക്ടീരിയ, ഫംഗസ് ആൻഡ് വൈറസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ദീസ് പ്രസൻസ് ഓഫ് ദീസ് പോയ്സണസ് പ്ലാന്റ്സ് ആൾസോ. അതുകൊണ്ട് വിഷ സ്വഭാവമുള്ള സസ്യങ്ങൾ നമുക്ക് അത്യാവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ മയില എന്ന് പറയുന്ന ചെടി, മരം, ആറ്റുപേഴ് എന്ന് പറയുന്ന മരം, ഇങ്ങനെയുള്ള മരങ്ങൾ മനോഹരമായിട്ടുള്ള മരങ്ങളാണ്. ഇലകളുടെ ആകൃതി വിശേഷം കൊണ്ടും പൂക്കളുടെ വർണ്ണവൈവിധ്യം കൊണ്ടും കായകളുടെ ആകൃതി വിശേഷം കൊണ്ടും ഒക്കെ നല്ല മനോഹരമായ വൃക്ഷങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. നമ്മളെല്ലാം വിദേശീയരായിട്ടുള്ള മരങ്ങളെയും സസ്യങ്ങളെയും അന്വേഷിച്ച് ഓടി നടക്കുകയാണ്. നമ്മുടെ കാവുകളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. ഈ വൃക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതും നമുക്ക് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ്. കൊയിലാണ്ടിക്കടുത്ത് ഉള്ള പൊയിൽ കാവ് എന്ന് പറയുന്ന കാവില് ഇതിനെ കാണാൻ വേണ്ടി ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രണ്ടായിട്ടുള്ള സാറ്, കോഴിക്കോടുള്ള സാറിനെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഇവിടെ. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു വൃക്ഷം ഇവിടെ ഈ കാവിലുണ്ടെന്നുള്ളതാണ്. ഇതിന് ഇരുമുള്ളി, മലയമുഖി എന്നൊക്കെ പറയണം. ടി.കെ. മുഹമ്മദ് ഡോക്ടർ ടി.കെ. മുഹമ്മദ് സാറാണ് നമ്മളെ ഇതിന് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നമുക്ക് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോകാം. അപ്പൊ ഇത് കാണുന്നത് പലപ്പോഴും വളരെ ജൈവസമ്പുഷ്ടമായ ഉൾവനങ്ങളിലാണ് ഇത് കാണുന്നത്. ഈ മരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സെമി പാരസൈറ്റ് ആണ്. ഇതിന് സ്വതന്ത്രമായിട്ട് വളരാൻ പറ്റില്ല.
നമ്മുടെ ചന്ദനമൊക്കെ പോലെ വേറെ മരങ്ങളിൽ നിന്ന് വലിച്ചെടുത്തിട്ടാണ് ഇത് വളരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഇത്. ഇതിന്റെ ഘടന നമ്മൾ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, എന്ത് മനോഹരമായ പുഷ്പങ്ങളാണ്, മുള്ളുണ്ട്. അപ്പോ അതിൽ നിന്ന് ഒരുപാട് ഇത് പഴങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു എണ്ണ അത് എഡിബിളാണ്. അത് കർണാടകത്തില് ഉടുപ്പി, കുന്താപുര ഭാഗങ്ങളിലുള്ള, കുടജാദ്രി ഭാഗങ്ങളിലുള്ളവര് ഈ എണ്ണ അവര് ദോശ ഉണ്ടാക്കുമ്പോൾ കുട്ടികളിൽ ഈ എണ്ണ ചേർത്തിട്ടാണ് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളിൽ കൃമി ഇല്ലാതാവാൻ. ഇതിന് തുളുവിലുള്ള പേര് നായ്ക്കുടി എന്നാണ്. പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബാർക്ക് വെച്ചിട്ടാണ് അവരൊരു മരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് പേപ്പട്ടി വിഷത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്നായിട്ടാണ് പറയുന്നത്. നമ്മുടെ പല ഗ്രന്ഥങ്ങളിലും, ആയുർവേദ ഗ്രന്ഥങ്ങളിൽ, പുരാതന കേരളീയ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ മലയമുക്കി എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുണ്ട്, ഇരുമുടി എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മരം വേറൊരു സാധനം, എന്നാൽ നമുക്കിതില്ല. അപ്പൊ മലയമുക്കി എന്ന് പറയുന്ന വേറൊരു ചെടിയാണ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത വേറെന്ന് പറഞ്ഞാൽ ഇത് ആൺ സസ്യവും പെൺസസ്യവും പ്രത്യേകമാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇതിന്റെ നമ്പർ വളരെ കുറഞ്ഞു, പരാഗണം നടക്കാതെയൊക്കെ. അപ്പൊ ഇങ്ങനെ ആ കാവില് ഈ വൃക്ഷം പോയിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കേരളത്തിൽ ഇതിന്റെ നമ്പർ വളരെയധികം കുറയും. അപ്പൊ നമ്മൾ ഈ കാവിലൊന്ന് അനലൈസ് ചെയ്ത് നോക്കി, ഒരു 2 or 3 വൃക്ഷമേ ഉള്ളൂ. ഇതിന്റെ തൈകൾ പോലും അവിടെ മുളയ്ക്കുന്നില്ല. എന്താണ് കാരണം എന്നറിയാൻ പറ്റും. അപ്പൊ ഇത്തരത്തില് വളരെ പുരാതനമായിട്ടുള്ള വൃക്ഷങ്ങളെ വളരെ പെക്യുലിയർ, അല്ലെങ്കിൽ ലോകത്ത് തന്നെ അപൂർവമായിട്ട്, ഇത് എൻഡമിക് ടു വെസ്റ്റേൺ ഘാട്സ്, ലോകത്ത് നമ്മുടെ സഖ്യപർവ്വത്തിൽ മാത്രം കാണുന്ന ഒരു വൃക്ഷമാണിത്. ഈ വൃക്ഷത്തിനെ സംരക്ഷിക്കാൻ ഒരു കാവിന് കഴിയുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ നമ്മുടെ പല കാട്ടുജാതികൾ, മരോട്ടി വളർന്നത് തന്നെ നമുക്കറിയാലോ. അതിന്റെ വേറൊരു പേര് നീർവെട്ടി എന്നാണ്. അപ്പൊ അത് വെള്ളമുള്ളിടത്താണ് വളരുന്നത്. പല കാവുകളിലും, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ കാവുകളിലും, നശിപ്പിക്കാത്ത കാവുകളാണെങ്കിൽ അതിനകത്തെല്ലാം മരോട്ടി നിറഞ്ഞു കാണും. അതുപോലെ തന്നെ കാട്ടുജാതി. ഇത് ഹരിപ്പാട്ടിനടുത്തുള്ള ഒരു കാവിൽ നിന്ന് നമ്മൾ ഡോക്ടർ രാജേഷുമായിട്ട് സാറുമായിട്ട് നമ്മളൊരു സർവേക്ക് പോയപ്പോൾ അവിടെ കണ്ടതാണ് ഈ കാട്ടുജാതി. പക്ഷെ എന്ത് ചെയ്യാം, ആ ഹൈവേ കൂട്ടിയതിന്റെ ഭാഗമായിട്ട് ഈ മരം മുറിച്ചു കളഞ്ഞു. അതിലും ദയനീയമായിട്ട് അവിടെ നമ്മൾ കണ്ടത് വേറൊരു വസ്തുതയുണ്ട്, അത് പറയാം ഇതിനകത്ത്. ഇതുപോലെ തന്നെ നമ്മുടെ വെട്ടിമരം, അതുപോലെ തന്നെ ചെങ്കൊല്ലി, നൂറിമരം എന്ന് പറയുന്ന കുരങ്ങു മഞ്ഞൾ. ഈ കുരങ്ങു മഞ്ഞളൊക്കെയാണ് ഇതിന്റെ ഈ നിറം ഉണ്ടല്ലോ, ഇത് ചുവപ്പ് നമുക്ക് കാണണമെങ്കിൽ ഇത് നല്ല ഡീപ്പ് യെല്ലോ കളർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഡൈ ഉള്ള പ്ലാന്റ് ആണ്. ഇതാണ് പണ്ട് ചുവർച്ചിത്രങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. പലതരം ഫുഡ് പ്രോഡക്ട്സുകൾക്ക് നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. ഈ വെട്ടി എന്ന് പറയുന്നത് വെട്ടി താളിയായിട്ട് അതിന്റെ ഇത് തല കഴുകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. കണ്ണ് രോഗങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ കാശാവുകൾ, പലതരത്തിലുള്ള കായാമ്പുകൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് കാവുകളിലേക്ക് മാറിയിരിക്കുകയാണ്. കാവുകളിലാണ് ഈ കുറച്ചെങ്കിലും നമുക്ക് ഇന്ന് കായാമ്പുകളുടെ പലതരം കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ചണ്ണാക്കുവ, അതുപോലെ ഞെഴുക്, ഞെക്ക്, ഞെള്ള എന്നൊക്കെ പറയുന്ന ഇത് ഒരുപാട് തരത്തിലുള്ള പ്രാണികളെ അട്രാക്ട് ചെയ്യുന്നതാണ്. ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. പലപ്പോഴും നമ്മൾ ഇന്ന് എത്ര രൂപയാണ് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കുന്നത്, ശലഭോദ്യാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര രൂപയാണ് മുടക്കുന്നത്, എന്തുമാത്രം എഫർട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഒരു നിമിഷം സൂര്യരശ്മി നല്ല പതിക്കുന്ന കാവിന്റെ ഒരു വശത്ത് പോയി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമി തനതായിട്ടുണ്ടാക്കിയ ഇത്ര മനോഹരമായിട്ടുള്ള ബട്ടർഫ്ലൈ ഗാർഡൻ നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റുമെന്ന് അപ്പം ഇത് നമ്മൾ ഇന്ന് എല്ലാത്തിനും നമ്മൾ പായുന്നതെന്ന് പറഞ്ഞാൽ വർണ്ണാഭമായി എന്തെങ്കിലും വ്യത്യസ്തമായി എവിടെന്നെങ്കിലും ചെയ്ത് അതില് കാണിച്ച് ആളുകളെ ഒരു തെറ്റായ മിഥ്യാധാരണയിലോട്ട് ഉണ്ടാക്കി ഒരു അത്ഭുതം കാണിക്കുകയാണ്. നമ്മുടെ മാളുകൾ എന്താണോ കാണിക്കുന്നത്, ഇന്നത്തെ അധിനിവേശമായിട്ടുള്ള മാളുകൾ കാണിക്കുന്ന അതേ ഇതാണ് നമ്മൾ ഇത്തരം ഗാർഡനുകൾ എന്ന് പറഞ്ഞിട്ട്. അവിടെയൊക്കെ നമുക്ക് ഈ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ഇത്തരം സസ്യങ്ങൾ വെച്ച് ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കും. വെളിയിൽ നിന്ന് വന്ന കുറെ സസ്യങ്ങളെ കൊണ്ടുവച്ചിട്ട് കുറെ പൂക്കൾ നിറഞ്ഞത് മാത്രമായിട്ടുള്ളത് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഒരിക്കലും ഒരു ആശയസമ്പുഷ്ടമായിട്ടുള്ള ബട്ടർഫ്ലൈ ഗാർഡൻ അല്ല. അതുപോലെ തന്നെ കാവുകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വള്ളിപ്പടർപ്പാണ്. കാവുകളെല്ലാം വള്ളി സമ്പുഷ്ടമാണ്. കേരളത്തിലെ കാവുകളിൽ എസ്പെഷ്യലി എല്ലാ മരങ്ങളും വള്ളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മോതിരക്കണ്ണി, കറുത്ത ഓടൽ, ഇത് വളരെ പണ്ട് മുതലേ ഉള്ള ഒരു വള്ളിച്ചെടിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ജിംനോസ്പെർമിൻസും ആൻജിയോസ്പെർമിൻസിനും ഇടയ്ക്കുള്ള ഒരു ഓടല്. ഇതുപോലെ തന്നെയാണ് വെള്ളം. ഈ ഫോട്ടോ എല്ലാം എടുത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഹരിപ്പാടിനടുത്തുള്ള കാവിൽ നിന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ ഹൈവേ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ മരം അവിടെ
ഈ ചെടി അവിടെ ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ഈ ഓടൽ പഴം ഇത്രയും മനോഹരമായി കാച്ചു കിടക്കുന്നത്, അതിന്റെ പഴം നമുക്ക് എഡിബിളാണ്. അതിന്റെ സീഡിൽ നിന്ന് ഓയിൽ എടുക്കാൻ പറ്റും. ഒരുപാട് ജീവികൾ ഇതിന്റെ പഴം കഴിച്ചിട്ടാണ് ആ ചൂട് കാലം കഴിച്ചു കൂട്ടുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള സാധനങ്ങളാണ് നിൽക്കുന്നത്. നറുമ്പാണ്. ഇതിന്റെ ഏത് ഇല എടുത്ത് നിങ്ങൾ മണപ്പിച്ചാലും നറുമണമാണ്. അതുകൊണ്ടാണ് അതിനെ നറുമ്പാണെന്ന് പറയുന്നത്. ഇതിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിൽ വേദനകളില്ലാതാം. പ്രസവശേഷം ഇതിന്റെ ഇലയിട്ടിട്ടാണ് കുളിപ്പിച്ചുകൊണ്ട്. വാതരോഗത്തിന് ഏറ്റവും നല്ലൊരു ഔഷധം, നല്ലൊരു വള്ളിച്ചെടി. അതുപോലെ തന്നെ പൊള്ളക്കായ്, പേറ്റുമരുന്ന്, നഞ്ചിൻകായ് എന്ന് പറയുന്നത് എല്ലാ കാവുകളിലും ഉള്ളതാണ്. ഇതിന്റെ പേറ്റുമരുന്ന് എന്തുകൊണ്ടെന്ന് പറയുന്നതിന് ഇതിന്റെ മാർക്കും ഇതിന്റെ കുരുവും കൂടെ അരച്ച് നമ്മുടെ സുപ്രാപിക് ഏരിയയിൽ പുരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസവം സുഖപ്രസവമാണ്. ആദിവാസി വിഭാഗക്കാരും പല പരമ്പരാഗതമായിട്ടുള്ളവരും ഇതാണ് ഉപയോഗിക്കുന്നത്. പൊള്ളക്കായും നഞ്ചിൻകായ് എന്ന് പറയുന്നത് ഇതിന്റെ കായ്ക്ക് വിഷസ്വഭാവമുണ്ട്. വെള്ളത്തിൽ കൂടുതൽ വീണ് കഴിഞ്ഞാൽ അത് മീനുകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള നാർക്കോട്ടിക് എഫക്ട് ഉണ്ടാക്കും. ഇത് മീനിനെ പിടിക്കാനായിട്ടൊക്കെ എടുക്കാറുണ്ട്. മീനിന്റെ കണ്ണൊക്കെ ചിലപ്പോൾ പോകുന്നതാവാം ഇതിനകത്ത്. പക്ഷെ ഇത് വെള്ളത്തിൽ വീഴുകയോ ഇത് നമ്മുടെ ഇതില് ഭൂമിയിൽ പതിക്കുകയോ തുടർച്ചയായിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം കറുത്തിരിക്കും. ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് അനാവശ്യമായിട്ടുണ്ടാകുന്ന പുഴുക്കളും അനാവശ്യമായിട്ടുള്ള നേരത്തെ പറഞ്ഞ ഫംഗൽ ബാക്ടീരിയകളും ഒക്കെ നിയന്ത്രിക്കപ്പെടും. ഇത് ത്വക്ക് രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് പ്രകൃതി പഠനത്തിന്റെ ഒരു മാതൃകയുള്ള ഒരു വള്ളിയാണ് നാഗവള്ളി എന്ന് പറയുന്നത്. ഇങ്ങനെ പടർന്ന് നാഗം പോലെ കടന്നു പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള, ഇതും മരുന്നുകളിലും അതുപോലെ തന്നെ ജൈവ വ്യവസ്ഥയിലും വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. പലതരത്തിലുള്ള കാഞ്ഞിരത്തിന്റെ വള്ളികൾ, വള്ളിക്കാഞ്ഞിരം, ഇതെല്ലാം കാവുകളിൽ നിന്നുള്ള കോട്ടയാണ്. അപ്പൊ ഈ കാവുകളിലെല്ലാം ഇത്തരത്തിലുള്ള വള്ളിക്കാഞ്ഞിരം, ശരിക്കുള്ള വള്ളിക്കാഞ്ഞിരങ്ങൾ കിടക്കുന്നത് കാവിലാണ്. അതുപോലെ തന്നെ വള്ളി അങ്കോലിക എന്ന് പറയുന്ന വിഷത്തിനെടുക്കുന്ന സസ്യം. അതുപോലെ നമുക്ക് ഇന്ന് കാണാൻ പറ്റാതെ ആയിക്കൊണ്ടിരിക്കുന്ന നാഗത്തുമ്പ, ഞൊട്ടാഞ്ഞൊടിയൻ വള്ളി. ഒരു 3 മാസം മുമ്പ് കാസർഗോഡ് ഒരു കാവിൽ പോയപ്പോ ആ കാവിന്റെ ബോർഡറിൽ ഈ ചെടി പൂത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു കിഴങ്ങുള്ള ഒരു ചെടിയാണ്. ഇതിന്റെ ഇലകൾ ഇതെല്ലാം ഈ ചെടികൾക്കെല്ലാം സോമരസം പോലെ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ദിവ്യ ഔഷധമാണ് ഇതൊക്കെ, വളരെ അപൂർവമാണ്. അതുപോലെ തന്നെ കാവുകളിലെ പ്രധാനപ്പെട്ടതാണ് പരണ്ടവള്ളി എന്ന് പറയുന്ന സാധനം. പരണ്ടക്കായ് കർക്കിടക കഞ്ഞിയിലേക്ക് ഒരു പ്രധാന സാധനമായിരുന്നു. ഇപ്പം ഇതൊന്നും നമുക്ക് കിട്ടാതായിക്കൊണ്ടിരിക്കുന്നു. ചൂരൽ, പലതരത്തിലുള്ള ചൂരലുകൾ നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വള്ളികളിൽ നിന്ന് നമ്മൾ ഈ കാവിന്റെ വലിയ മരങ്ങൾ കണ്ടു, നമ്മൾ കുറച്ച് കുറ്റിച്ചെടികൾ കണ്ടു, പിന്നെ വള്ളികൾ കണ്ടു. ഇനി കാവിന്റെ പ്രതലത്തിൽ ഭൂമിയിൽ കാണുന്ന കുറെ സാധനങ്ങൾ. അതിലൊരു പ്രധാനപ്പെട്ട സാധനമാണ് കരിങ്കുട. വളരെ ഔഷധ വീര്യമുള്ളതാണ്. നമ്മുടെ കാമലകൾ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ പനിക്ക് നീട്ടുന്ന നാവ് നീട്ടി നിലമുച്ചണം. ഇത് നമ്മുടെ കണ്ണൂരിനിപ്പുറത്തുള്ള കാവുകളിലൊന്നുമില്ല. കണ്ണൂർ മുതൽ അങ്ങോട്ടുള്ള കാവുകളിലാണ് നമുക്കിത് കൂടുതലും കാണുന്നത്. ഇതും തദ്ദേശീയമായ ഒരു സസ്യമാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഓർക്കിഡുകൾ, മരത്തിൽ വളർന്ന ഒരുപാട് തരത്തിലുള്ള മുക്കിട്ടപ്പഴം പോലെയുള്ള ഓർക്കിഡുകൾ മിക്കവാറും കാവുകളിൽ കാണാം. അതുപോലെ നമ്മുടെ ഇത്തരത്തിലുള്ള ഓർക്കിഡുകൾ, ഇത്രയും മനോഹരമായിട്ടുള്ള പൂക്കളുള്ള ബി ഓർക്കിഡ്സുകൾ, അതുപോലെ കാഞ്ഞിരത്തേക്ക് മഴ ഓർക്കിഡുകൾ, അതുപോലെ ഭൂമിയിൽ വളരുന്ന ഓർക്കിഡുകൾ. ഇത്രയും നേരം നമ്മൾ കണ്ടത് മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളർന്നതാണ്. ഭൂമിയിലെ മണ്ണിൽ നിന്ന് വളരുന്ന പല ഓർക്കിഡ്. അതിൽ ഈ ഓരലത്താമര എന്ന് പറയുന്ന സാധനം ഓർക്കിഡുകളൊക്കെ, ഈ ചുവന്ന കളറിലുള്ള ഓർക്കിഡ്, ഈ ഇലയുള്ള ഇത്തരം ഓർക്കിഡിന് നമ്മൾ ഓരലത്താമരയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ നെച്ചിയിൽ സാർ പാലക്കാടുള്ള ആറൽമണ്ണ സാറിന്റെ ആ കാവിലുള്ള ഓർക്കിഡാണ്. അതുപോലെ തന്നെ ഈ ഓർക്കിഡ് കാസർഗോഡ് ഭാഗത്ത് നമുക്ക് ഇഷ്ടംപോലെ കാണാം. അതുപോലെ വെള്ളപ്പോള എന്ന് പറയുന്ന ഓർക്കിഡ്, അതുപോലെ നമ്മുടെ ജീവകം, പച്ചിലപ്പെരുമ. ഈ ഫോട്ടോ നമ്മൾ നീലിയാർകൊട്ടത്തുള്ളതാണ്. നീലിയാർകൊട്ടം തളിപ്പറമ്പിനടുത്തുള്ള നീലിയാർകൊട്ടം കാവിനകത്ത് വളരുന്നതാണ് ഈ പച്ചിലപ്പെരുമാൾ ജീവകം. അപ്പൊ ഇങ്ങനെ ഇലകൾ വീണ് അതിന്റെ ഒരു ആവാസ വ്യവസ്ഥയിലാണ് ഈ ചെടി നിൽക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. ജീവകം എന്നുള്ള പേര് തന്നെ ജീവനെ നിലനിർത്തുക. പച്ചില പെരുമാൾ എന്നുള്ള പേര് തന്നെ പച്ചിലകളിൽ, ചെറിയ ചെടികളിൽ രാജാവാണ്. അതുപോലെ പലതരത്തിലുള്ള പന്നൽ ചെടികൾ, തുടിമ്പാള എന്ന് പറയുന്ന സാധനം. അതുപോലെ നമ്മുടെ കാവുകൾ അപൂർവമായിട്ടുള്ള ജൈവ വ്യവസ്ഥകളുള്ളതാണ്.
ഇത് നമ്മുടെ കുന്നംകുളത്തിനടുത്തുള്ള ഒരു കാവിന്റെ ഫോട്ടോ ആണ്. അപ്പൊ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ വാദംകൊല്ലി മരമാണ്, കുളവെട്ടി. ഈ കാവ് തന്നെ ഈ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ്. ഇത് ശുദ്ധജലമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ്. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം സിസീജിയം ട്രാവൻകൂർ. ലോകത്ത് തന്നെ ഏകദേശം 500 മുതൽ 700 മരങ്ങളെ ഉള്ളൂ എന്ന് പറയുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ടതാണ് ഈ കലശമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള, കുന്നംകുളത്തിനടുത്തുള്ള ഈ മരത്തിൽ ഉണ്ടായിരിക്കുന്ന അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാവ് പോലെ സംരക്ഷിതമായിട്ടുള്ള ഏരിയയിലുള്ള ചതുപ്പ് നിറഞ്ഞ ഇതേ മരം നമുക്ക് കണ്ണൂർ പയ്യന്നൂരിനടുത്തും അതുപോലെ കാസർഗോഡും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇത്രയും ഡെൻസിറ്റിയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു എക്കോസിസ്റ്റം തന്നെ ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത ഒരു ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം തന്നെ ഒരു കാവ് പ്രൊമോട്ട് ചെയ്യും. അതുപോലെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇതാണ് മിർസ്റ്റിക്ക സ്വാമ്പ് എക്കോസിസ്റ്റം. ഇത് കാസർഗോഡ് ഉള്ളിലോട്ട് കുറച്ച് ഉള്ളിലോട്ട് പോകണം. അവിടെയുള്ള ഒരു ചെറിയ കാവാണ്. ഇതൊരു കുടുംബത്തിന്റെ കാവാണ്. അവർക്കുള്ള ആ സ്ഥലം ഏകദേശം ഒരു 2 ഏക്കറിനകത്തേ ഉള്ളൂ. പക്ഷെ ആ കാവ് എന്ന് പറയുന്നത് മിർസ്റ്റിക്ക സ്വാമ്പ് കാവ്. ചതുപ്പ് നിലത്തിൽ വളരുന്ന പ്രത്യേകതരം കാട്ടുജാതി ഈ ജാതിയാണ്. പണ്ടിക്കായ്, ഉണ്ടപ്പയിർ എന്നൊക്കെ പറയുന്ന ഈ വലിയ മരം. ഈ മരമാണ് അതിന്റെ വെള്ളത്തിൽ തന്നെ എപ്പോഴും നിൽക്കുന്നത് കൊണ്ടാണ് അതിന് ശ്വസിക്കാൻ വേണ്ടി ഇത്തരം റൂട്ടുകൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവും. ഈ ഫോട്ടോ നമ്മൾ ഒരു മാർച്ച് ഏപ്രിലിൽ എടുത്ത ഫോട്ടോയാണ്. അപ്പം അതിലൂടെ ആ അത്രയും വരണ്ട സമയത്ത് പോലും ഒരു ചെറിയ നീരുറവ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ നമ്മുടെ ജലത്തിനെയും മണ്ണിനെയും നിലനിർത്തിക്കൊണ്ട് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വായുവും ജലവും പ്രദാനം ചെയ്യാനായിട്ട് കാവുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇതൊക്കെ കൊണ്ട് തന്നെ കാവുകൾ എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ഒരു ചെറിയ മിനിയേച്ചർ ഉണ്ടാക്കിയ ഭാവന സങ്കല്പത്തിൽ, അല്ലെങ്കിൽ ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആചാര്യന്മാര് ഉണ്ടാക്കിയ ചെറിയ ചെറിയ ആവാസ വ്യവസ്ഥയോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ വിശുദ്ധ വനങ്ങൾ എന്ന് തന്നെ പറയാം. നമ്മുടെ ഉണ്ണികൃഷ്ണ സാർ അതുകൊണ്ടാണ് കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണ സാറ് ഒരു ബുക്ക് തന്നെ എഴുതിയിരിക്കുന്നത്. കാവുകളെ കുറിച്ചാണ്. നമ്മളെല്ലാവരും വായിക്കേണ്ട ഒരു ബുക്കാണ്. അപ്പൊ ഇത്തരം ഇത് നമ്മുടെ പല ഗ്രന്ഥങ്ങളിലും നമുക്കിത് കാണാൻ പറ്റും. ദുർഗ സപ്തശതി എന്ന് പറയുന്ന ആ മന്ത്രത്തിലെ യാവത് ഭൂമണ്ഡലേ ദത്തേ സാ ശൈലവനകാരണം താവത് തിഷ്ഠതി മേധിന്യ സന്തതി പുത്രപൗത്രിക. ഭൂമി മാതാവ് പർവ്വതങ്ങളെയും കാടുകളെയും വഹിക്കുന്നിടത്തോളം കാലം മാത്രമേ ഭാവി തലമുറയ്ക്ക് ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭൂമിയെ നിലനിർത്തണമെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ ആവാസ വ്യവസ്ഥകളായിട്ടുള്ള കാവുകളെങ്കിലും നമ്മൾ ഉള്ളതെങ്കിലും നശിപ്പിക്കാതെ നിലനിർത്തി കൊണ്ടുപോകണം. അപ്പൊ അതാണ് നമ്മുടെ ഇതിനകത്തും പറഞ്ഞിരിക്കുന്നത്. ഓം ഈശാവാസ്യമിതം സർവം യത് കിഞ്ചിത് ജഗത്യാം ജഗത് തേന തെക്തേന വഞ്ചിത കൃത കസ്യ സുത്തനം. നമുക്ക് അത്യാഗ്രഹമില്ലാതെ എല്ലാം ഭഗവാന്റെ അംശങ്ങളാണെന്ന് ആവശ്യത്തിന് മാത്രം എടുക്കുക. We should avoid the greed. Use the things in a sustainable way. ഒരാളിന് അവന് ആവശ്യമുള്ളത് എടുക്കുക മാത്രം ചെയ്തുകൊണ്ട്, അല്ലാതെ അതിനെല്ലാത്തിനെയും ഒരു വശത്തുള്ളതിനെ നശിപ്പിച്ചുകൊണ്ട് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകുക എന്നതാണ്. അതിൽ ഇതിൽ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു കാവിലെ, കാസർഗോഡ് ഒരു കാവിലെ ഒരു പാറപ്പുറത്തുണ്ടായിരിക്കുന്ന പൂക്കളുടെ വർണ്ണവസന്തമാണ്, അരിയിട്ട് പാറക്കാം. അപ്പം ഇങ്ങനെ ഇത്രയും ജൈവസമ്പുഷ്ടവും വളരെ മനോഹരിതയും ആയിട്ടുള്ള ഒരു പൂങ്കാവനങ്ങൾ തന്നെയാണ് നമ്മുടെ കാവുകളെന്ന് നിസ്സംശയം പറയാം. അവയുടെ മൂല്യം നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു രൂപയുടെ മൂല്യം വെച്ച് തുലനം ചെയ്യാൻ പറ്റാവുന്നതല്ല. അങ്ങനെയുള്ള ഒരു കാവിനെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറയ്ക്കും ഈ ഭൂമിക്കും നമ്മൾ കൊടുക്കാവുന്ന ഏറ്റവും നല്ല മാതൃകകളായി മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളെയും ദൈവത്തിന്റെ അംശമായി കാണുകയും മൃഗങ്ങളെയും പക്ഷികളെയും വൃക്ഷങ്ങളെയും ഭൂമിയെയും ജലത്തിനെയും മരങ്ങളെയും എല്ലാത്തിനെയും ദൈവാംശമായി കണ്ട് പ്രാർത്ഥിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ലോകത്തുണ്ടെങ്കിൽ ആ സംസ്കാരം ഭാരത സംസ്കാരം. ഈ പൈതൃകവും സംസ്കാരവും മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ് നമ്മുടെ യുവതലമുറകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അത് നമ്മൾ തന്നെ ഉത്തരവാദിത്വം എടുത്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഇത് എന്നും നിലനിൽക്കുകയുള്ളൂ. ഇതിനൊരു അവസരം തന്ന
നവമി സത്സംഗത്തിന് എല്ലാവരുടെയും പ്രത്യേക നന്ദി പറയുന്നു. പ്രത്യേകിച്ച് മിനി മാഡത്തിന്റെ ഒരു ഇൻട്രസ്റ്റിലാണ് നമ്മൾ ഈ ക്ലാസ് ഇങ്ങനെ എടുത്തത്. മാഡം ഇങ്ങനെ കുറെ സമയം പറഞ്ഞിട്ടാണ് എടുത്തത്. ഇതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവാം എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഒരു കാവ് കാണുമ്പോൾ സന്ദർശിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള ആ ജീവ സമൂഹത്തിനെ നമ്മൾ അറിയാനും മനസ്സിലാക്കാനും അവയെ ആസ്വദിക്കാനും ബഹുമാനിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.